നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അതെ കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലുള്ള ഓട്ടമൊക്കെ തികച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പ്രിയന്റെ മുമ്പിൽ ആ മണവാട്ടി വസ്ത്രമായിട്ട് ശുഭ്രവസ്ത്രമായിട്ട് കർത്താവേ, ഞങ്ങളൊരു നാളിൽ അവിടുത്തെ മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. ആ ഒരു ബോധ്യത്തോടെ ഇന്ന് തന്നെ അവിടുത്തെ മുമ്പാകെ നിൽപ്പാനും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിലാനിൽ നിറഞ്ഞ് കർത്താവെ ഞങ്ങളോട് ഏറ്റവും പറ്റിച്ചേർന്ന് കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തിന് ബസ്വരം കേട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതെ കർത്താവെ, നന്ദി കർത്താവെ. ഈ കൂരുകൾ നിറഞ്ഞ ലോകത്ത് അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് വഴിയേകുന്നത് പോലെ കർത്താവെ, ഒരു ഗർഭസ്ഥ ശിശുവിന് തൻ്റെ അമ്മയുടെ ശബ്ദം അതിന് വലിയ ആശ്വാസമാകുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ കർത്താവെ ആ ഒരു കർത്താവെ, ഈ ലോകമാകുന്ന ഈ ഒരു കർത്താവെ, ഈ ഒരു സാഹചര്യത്തിൽ, ചുറ്റുമിരുട്ടുള്ള ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഇമ്പശബ്ദം കേട്ട് കർത്താവ് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഈ കർത്താവ് വചനധ്യാനം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. നന്ദി. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിൻ്റെ വലിയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. നമുക്ക് വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് തിരിയാം. നമ്മുടെ ബൈബിളിൻ്റെ ലാസ്റ്റ് പേജ് എന്ന് പറയാം. ലാസ്റ്റ് പേജ് എന്ന് പറയുമ്പം മിക്ക ബൈബിളിനും പിന്നെ കുറച്ച് മാപ്പുകളും കുറച്ച് ബ്ലാങ്ക് പേജസും ഒക്കെ കാണും. എന്നാൽ ബൈബിളിൻ്റെ വചനങ്ങളുടെ ലാസ്റ്റ് പേജിൽ തന്നെ വെളിപാട് 22-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചിന്തിച്ചായിരുന്നു. നമുക്കതിൻ്റെ സാഹചര്യവും കോണ്ടെക്സ്റ്റും ഒക്കെ അറിയാം. ഇപ്പം നമ്മൾ ഏറ്റവും അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ഇനി അടുത്തു. ഏത് സമയത്തും ഒരു ഏകലോക ഭരണാധികാരി വെളിപ്പെടാം. ഏകലോക ഭരണാധികാരി ഈ യുദ്ധസംഘർഷ ഭരിതമായ ഈ ഭൂമിയിൽ സമാധാനം എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഒരു ഏകലോക ഭരണാധികാരി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഒരു സമാധാനം വാഗ്ദാനം ചെയ്യുന്ന ഒരാളെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇന്ന് നമ്മൾ നോക്കിയാൽ ചുറ്റുപാട് ഇന്നും യുദ്ധങ്ങൾ. അത് ഇപ്പം സീസ് ഫയർ പറയും, അതിനു മുമ്പ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വെടിക്കെട്ട്, ഇപ്പുറത്തെ മിസൈൽ, ഇപ്പുറത്തെ ഡ്രോണ്, അത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള വലിയ 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 കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നു. നമ്മൾ ഈ കൊച്ചു മനുഷ്യര് ഇതെല്ലാം കാണുമ്പോൾ, ഓ, എൻ്റെ കർത്താവിൻ്റെ വരവ് എപ്പോഴാണ്, ഈ മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ചേർക്കുവാനായിട്ട് വരുന്നതെന്ന് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വ്രതന്മാരെ ചേർപ്പാനായിട്ട് പ്രിയൻ മണവാളൻ വരുവാൻ സമയമായി. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ എതിർ ക്രിസ്തു ഏകലോക ഭരണാധികാരിയൊക്കെ വെളിപ്പെട്ട് ലോകത്തിന് സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വരും. അവനങ്ങനെ എല്ലാവരെയും വഞ്ചിക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ വ്രതന്മാരെന്ന് പറഞ്ഞാൽ ഇലക്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ. വ്രതൻ എന്നുള്ള വാക്കിനർത്ഥം വ്രതന്മാരെ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്റ്റിനെ തിരിച്ചു കളയാവുന്ന അവൻ നോക്കും. പക്ഷേ ബാക്കി യഥാർത്ഥത്തിൽ ഉള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ എതിർ ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങുകയും അങ്ങനെ അവനൊരു കള്ളപ്രവാചകന്റെ കൂടെ, ഫോൾസ് പ്രോഫറ്റിന്റെ കൂടെ അവൻ ഭരണം കൈയാളിക്കൊണ്ട് ലോകത്തിന്റെ ചരടുകൾ വലിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 7 വർഷക്കാലം, 3.5 വർഷക്കാലം വലിയ സമാധാനം എന്നൊക്കെ പറയും. പിന്നെയുള്ള 3.5 വർഷക്കാലം നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു വെച്ചിട്ട് എന്ത് പറയും, അതുവരെ യഹൂദന്മാർക്ക് ദേവാലയമൊക്കെ പണിത് കൊടുത്ത ആൾ ദേവാലയത്തിൽ ചെന്ന് താൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടങ്ങിരിക്കും. അതാണ് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്ന കർത്താവ് മത്തായി 24-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പ്രവചനം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. അങ്ങനെ അവൻ പിന്നെ യഹൂദന്മാർക്കെതിരെ തിരിയും. യഹൂദന്മാരെ കിട്ടാത്തപ്പോഴത്തേക്കും ഇസ്രയേലിന്റെ ബാക്കി സന്തതികൾ, സ്ത്രീയുടെ ബാക്കി സന്തതികളായിട്ടുള്ള ദൈവമക്കൾക്കെതിരെ അവന് ക്രോധം തിരിയുന്ന രംഗമൊക്കെ നമ്മൾ വെളിപാട് 12-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അങ്ങനെ ഒരു മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ സഭ കടന്നു പോകുന്നു. ഇതുവരെ ലോകം കണ്ടിട്ടില്ല. അഥവാ ഉള്ള ഒരു ട്രിബുലേഷൻ, ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവം. അതിന് ആ ട്രിബുലേഷൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ, ഏറ്റവും കുരുകളിൽ ആണ് പെട്ടെന്ന് ഉദയനക്ഷത്രമായിട്ട്, മോർണിംഗ് സ്റ്റാറായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ വ്രതന്മാരെ ചേർക്കുകയും കർത്താവ് ഈ ഭൂമിയിലേക്ക് ഡെസെൻഡ് ചെയ്ത് ഇറങ്ങി വന്ന് ഭൂമിയിലെ കർത്താവ് എങ്ങോട്ടാ കർത്താവ് കാല് വെക്കുന്നേ? ഒലിവുമലമേലെ. കർത്താവ് പോയതുപോലെ ഇന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ നമ്മൾ പാടുന്ന പോലെ ഇന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഫാമിലി പ്രയറിൽ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ഈ പോയതുപോലെ വരുമെന്ന് പറഞ്ഞ് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ചോദിച്ചപ്പം
അവർ ബൈബിളൊക്കെ അങ്ങനെ പുതുതായിട്ട് വായിച്ചു വരുന്ന ആൾക്കാരാണല്ലോ. അപ്പം പോയതുപോലെ തിരിച്ചു വരുമെന്ന് ആരാ പറഞ്ഞേ? കർത്താവിന്റെ സ്വർഗാരോഹണത്തിൽ ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള താഴെയായിട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാക്ട്ലി ആ വേഴ്സ് എടുക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ കർത്താവിന്റെ സ്വർഗാരോഹണം നമ്മൾ വായിക്കും. 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശക്തി ധരിച്ച് നിങ്ങൾ യെരുസലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതെ, അവരെ നോക്കി നിൽക്കുമ്പോൾ 9-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 1-ന്റെ 9-ാമത്തെ വാക്യം, ഇത് പറഞ്ഞ ശേഷം അപ്പം കർത്താവിന്റെ അവസാനത്തെ വാക്കുകൾ എന്താ? ലോകത്തോളം എൻ്റെ സാക്ഷികളാകും. നമ്മൾ പലപ്പോഴും വിചാരിക്കും ആ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ ആണ് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം. പക്ഷെ മഹാനിയോഗം കർത്താവ് കൊടുക്കുന്ന അവിടെ ഗലീലിയയിലുള്ള ഒരു മലയിൽ വെച്ചാണെന്നാണ് നമ്മളവിടെ മത്തായി 28-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ 16-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. ആ ഗലീലിയയിലുള്ള മലയിൽ ആണ്. ഗലീലിയ എന്ന് പറയുന്നത് ഗലീലിയ എന്ന് പറയുന്നത് നോർത്തേൺ ഇസ്രായേൽ, വടക്കൻ ഇസ്രായേലില് യെരുസലേമും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒലിവുമല ഒക്കെ സദേൺ ഇസ്രായേല്, തെക്കൻ ഇസ്രായേൽ. നമ്മൾ വടക്കൻ കേരളം തെക്കൻ കേരളം എന്നൊക്കെ പറയുന്നത് പോലെ യുനോ വടക്കൻ ഇസ്രായേൽ തെക്കൻ ഇസ്രായേൽ. നമ്മൾ ജോജി എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ യുനോ ഒരു ഗലീലിയ, സമരിയ, യഹൂദിയ. നമ്മള് എന്താ കോഴിക്കോട് മലബാർ, എന്താ മലബാർ, തിരുവിതാംകൂർ, നമ്മൾ മലബാർ, മധ്യ തിരുവിതാംകൂർ, ഇങ്ങനെ എനിക്കൊന്ന് ജഗൃതൊക്കെ അറിയായിരിക്കും. ഞാൻ പണ്ട് കേരളത്തെ 3ആയിട്ട് വിഭജിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഒരു വടക്കൻ മലബാർ പ്രദേശങ്ങൾ, പിന്നെ മധ്യ കേരളം, പിന്നെ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്നതുപോലെ ഒരു ഗലീലിയ, ശമരിയ, യഹൂദിയ എന്ന് ഇസ്രായേലിനെ മൊത്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇസ്രായേലിലെ മാപ്പ് നമ്മുടെ ബൈബിളിന്റെ മിക്ക ബൈബിളിലേക്ക് അവസാനത്തെ പേജസിലുണ്ട്. അല്ലെങ്കിൽ മാപ്പ് ഓഫ് ഇസ്രായേലിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാനൊക്കും. അപ്പം അവിടെ മത്തായി 28-ാം അധ്യായത്തില് എവിടെ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ 11 ശിഷ്യന്മാരാ പോകാൻ കാരണം എന്താ? ഒരാൾ എവിടെ പോയി? യൂദ അതിനു മുമ്പേ സൂയിസൈഡൽ ഹാങ്ങിങ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ട് ഞാൻ തൂങ്ങി ചത്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 27-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ 11 ശിഷ്യന്മാർ ഗലീലിയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അപ്പോഴാ അവരെ നമസ്കരിച്ചു. അപ്പോഴും ചിലർ സംശയിച്ചുകൊണ്ടിരുന്നു. അത്രയൊക്കെ ആയിട്ടും ചിലർ സംശയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശിഷ്യന്മാരാണ് കർത്താവ് വീണ്ടും ഈ ലോകത്തെ കിഴിമ മറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്നുള്ള അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, സമാധാനവും. നമ്മളെപ്പോലുള്ള ശിഷ്യന്മാരുണ്ട് ഇത്രയൊക്കെ കണ്ടിട്ട് അവസാനം പിന്നെയും സംശയിക്കുന്ന ശിഷ്യന്മാര്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കാണ് കർത്താവ്, ഈ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കർത്താവ് പിന്നെയും അധികാരമൊക്കെ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കർത്താവ് മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ എല്ലാവരെയും പോയി ശിഷ്യരാക്കിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലോകാവസാനത്തോളം എന്നോടുകൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം, അതിനുശേഷം നടക്കുന്ന സംഭവമാണ് ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തില് ഈ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ ജീസസ് ഫിലിമൊക്കെ കാണുമ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തുകൊണ്ട് അങ്ങ് കർത്താവ് അങ്ങ് ഉയരത്തിലേക്ക് പോകുന്നതായിട്ടുള്ള രംഗമാതിരിയും കണ്ടെന്ന് അതിൻ്റെ ഓർമ്മ. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ബൈബിള് കുറച്ചുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അവിടെ ഗലീലിയിലുള്ള മലയിൽ വെച്ചാൽ കർത്താവ് ഈ മഹാനിയോഗം കൊടുക്കുന്നത്. എന്നാൽ ഒലിവ് മലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് കർത്താവ് ഈ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന്, ഒലിവുമല എന്ന് പറയുമ്പോൾ സദേൺ ഇസ്രായേൽ, യെരുസലേമിന് കിഴക്കോട് ചേർന്ന് കിടക്കുന്ന മലയാണ് ഒലിവുമല എന്ന് പറയുന്നത്. ആ ഒലിവുമല യെരുസലേമിന് ഈസ്റ്റായിട്ട്, കിഴക്കായിട്ട് ഉള്ള ഒരു, നമ്മൾ മാപ്പ് പറയുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇന്ത്യയുടെ മാപ്പ്, കേരളത്തിന്റെ മാപ്പൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം യെരുസലേമിന്റെ ഈസ്റ്റ് ആയിട്ടാണ് ഈ ഒലിവുമലയൊക്കെ ഉള്ളത്. യെരുസലേമും ഈ ഇസ്രായേലിൽ എവിടെ ഉള്ളത്? നമ്മളിപ്പം ഇന്ത്യയിൽ ഇവിടെ ഉണ്ട്. ഇസ്രായേൽ എവിടെ ഉള്ളത്? ഇസ്രായേൽ ഏത് ഭൂഖണ്ഡത്തിലെ കോണ്ടിനെന്റ്? ഏഷ്യ, ഏഷ്യൻ കോണ്ടിനെന്റ്. നമ്മൾ ആയിരിക്കുന്ന അതേ ഭൂഖണ്ഡത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഉള്ളത്. പലരും പറയും ക്രിസ്തീയത ഒരു വടക്കം, അല്ല അതൊരു പാശ്ചാത്യ മതവുമായിട്ട് ഇവിടെ ആൾക്കാർ വന്നെന്ന് പറയും. പാശ്ചാത്യ മതമൊന്നും അല്ല ഇത്. ഏഷ്യയിലുള്ള പൗരസ്ത്യമായിട്ടുള്ള കാര്യം തന്നെ. നമ്മൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയൊക്കെ, ഏഷ്യയിൽ തന്നെ എന്നാൽ യൂറോപ്പിനോട് അടുത്തായിട്ടാണ് ഇസ്രായേലൊക്കെ ഇസ്രായേലിൻ്റെ നമ്മൾ മാപ്പിലൊക്കെ നോക്കിയാൽ അത് നമുക്ക് കാണാനും. ഇവിടെ ഇന്ത്യയും ഏഷ്യയിലാണ്, ഇസ്രായേലും ഏഷ്യയിലാണ്.
അപ്പം ആ, ഇവിടെ കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ, കർത്താവ് ആ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ ഏത് വാക്യങ്ങളാ? പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ ഒരു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദേ ആള് ദേ മുകളിലോട്ട് പോകുന്നു. അതാ അവൻ ആരോഹണം ചെയ്തു. ഹി അസെൻഡഡ്, ഹി വാസ് ലിഫ്റ്റഡ് അപ്പ്. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, ശിഷ്യന്മാരിലെ പലരും ഗലീലയിൽ നിന്നുള്ളവരായിരുന്നു. ഗലീലയിൽ നിന്നുള്ള, ബെത്സേദയിൽ നിന്നുള്ളതായിരുന്നു പത്രോസും അന്ത്രോബോസും ഒക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാനിൽ വായിക്കുന്നുണ്ട്. അത് ഗലീല പുരുഷന്മാരെ എന്ന് വായിക്കും നമ്മൾ. യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പം ഈ സഹോദരൻ ഇങ്ങനെ ഹാർമോണിയം വായിക്കുന്നത് പോലെ ഒരു പേജ്, ഒരു 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 വിരല് ഈ വെളിപാട് പുസ്തകത്തിൽ, ഒരു വിരൽ അപ്പോസ്തലപ്രവൃത്തികളിൽ, പിന്നെ മത്തായിലോട്ട് പോയി ഇപ്പം യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് വന്നു. എല്ലാവർക്കും ഹാർമോണിയത്തിന്റെ കോഡൊക്കെ കിട്ടിയല്ലോ അല്ലേ? ബിയും സിയും ഡിയും ഒക്കെ അല്ലെ? ബിയും സി അല്ലെ, സി ഡി എഫ് സി എ ബി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവിടെ അതിന്റെ 44-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പ് ബെത്സേദയിൽ നിന്നായിരുന്നു. 44-ാമത്തെ വാക്യം, 1-14, ഫിലിപ്പോസു അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു എന്നുള്ള കാര്യം. ഫിലിപ്പും അന്ത്രയോസും പത്രോസും ഒക്കെ എവിടെ നിന്നായിരുന്നു? ബെത്സേദയിൽ നിന്നായിരുന്നു. കർത്താവ് കർത്താവ് ജനിച്ചത് ബത്ലഹേമില. അത് തെക്കൻ ഇസ്രായേലിലെ യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടുമല്ലോ, ബത്ലഹേമിൽ കർത്താവ് ജനിച്ചു. എന്നാൽ കർത്താവ് വളർന്നത് തന്നെ വടക്കൻ ഇസ്രായേലിലുള്ള ഗലീലി പ്രദേശത്തുള്ള നസ്രയത്തിലാണ് കർത്താവ് വളർന്നത്. ഗലീലിയിലായിരുന്നു ഈ നസ്രയത്തും കാനയും ഒക്കെ ഉണ്ടായിരുന്നത്. കാനയിൽ കർത്താവിന് ആദ്യത്തെ അത്ഭുതമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബത്സയിദ നമ്മൾ ഇസ്രായേലിലെ മാപ്പൊക്കെ നോക്കുമ്പം ഈ ഒരു സമരി, ഗലീലിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗലീലിയിലെ കാന, നിങ്ങളുടെ ബൈബിളിൽ തന്നെ നോക്കിയാൽ അതിൻ്റെ ആ ഗലീലിയ കടലും അതിൻ്റെ കോരസിൻ, ഗിന്നസരത്ത്, ഇതെല്ലാം നമുക്ക് കാണാനൊക്കും. നസ്രയത്ത്, കാന, ഇതെല്ലാം ഗലീലയിലായിരുന്നു. അപ്പോൾ അത് ഗലീല പുരുഷന്മാരെ ഇന്ന് അവിടെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. ഗലീല പുരുഷന്മാരെ, വൈ ഡു യു സ്റ്റാൻഡ് ലുക്കിംഗ് ഇൻ ടു ദ സ്കൈ? നിങ്ങൾ ഈ ആകാശത്തേക്ക് കണ്ണുനട്ട് അല്ലെങ്കിൽ വായം പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക. അതാ ചോദിക്കുന്നത്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇൻ ജസ്റ്റ് ദ സെയിം വേ ആസ് യു ഹാവ് വാച്ച്ഡ് ഹിം ഗോയിങ് ടു ഹെവൻ. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പം ഒലിവുമലയിൽ നിന്ന് എവിടുന്നാ പറഞ്ഞത്? ഒലിവുമല എന്നുള്ള നമ്മുടെ ഊഹമാണോ? അല്ല. തൊട്ടടുത്ത വാക്യത്തിൽ 12-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പം ആ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ആ ഒലിവുമലയിൽ കാലുവെക്കും എന്നുള്ള കാര്യം സഖരിയാവ് 14-ാം അധ്യായത്തിൽ അതിന് 4-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. സഖരിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം മലാഖി, അതിൻ്റെ തൊട്ട് മുമ്പ് സഖരിയാവ്. സഖരിയാവിൻ്റെ പുസ്തകം 14-ന്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും ബൈബിളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ ആയതുകൊണ്ട് ഞാനും ആ ഭാഗ്യാവസ്ഥ തന്നെ തുടരുകയാണ്. നിങ്ങളെല്ലാവരും ബൈബിളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സഖരിയാവ് 14-4, അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമല, യെരുശലേമിന് കിഴക്ക ഒലിവുമല നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളത്. അതാ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ടെന്ന് പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവേ പിളർന്നു പോകും, ഏറ്റവും വലിയൊരു താഴ്വരയുള്ളവ. അപ്പം അർമ്മൂദോൻ യുദ്ധത്തിന്റെ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മൾ കോണ്ടെക്സ്റ്റ് പറയുക, കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്ത് എതിർക്രിസ്തു വരും, മഹോപദ്രവം, അതിനുശേഷം കർത്താവിന്റെ വരവ്, കർത്താവ് ഒലിവുമലമേലെ കാല് ചവിട്ടും, അർമ്മൂദോൻ യുദ്ധം, അതിനുശേഷം
കർത്താവ് തൻ്റെ 1000 വർഷക്കാല ഭരണം ആരംഭിക്കുന്നു. കർത്താവ് തൻ്റെ മക്കൾക്ക് 1000 വർഷക്കാല ഭരണത്തിന് ആദ്യം തന്നെ മക്കൾക്ക് പ്രതിഫലമൊക്കെ കൊടുത്ത് അതിനനുസരിച്ച് ആ പ്രതിഫലത്തിനനുസരിച്ചായിരിക്കും കർത്താവിൻ്റെ കൂടെ നമ്മൾ 1000 വർഷക്കാലം വാഴുന്നത്. അപ്പോൾ നമുക്ക് വലിയ വലിയ പ്രദേശങ്ങൾ, അതായത് ഇപ്പം നമുക്ക് ഒരു യുനോ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലും മുനിസിപ്പാലിറ്റി ഓഫീസിലും ഒക്കെ നമ്മൾ കയറി ഇറങ്ങി മടുക്കുമായിരിക്കും. പക്ഷേ അന്ന് ദൈവമക്കളായിട്ടുള്ള നമ്മളാണ് കർത്താവിൻ്റെ കൂടെ ഇവിടെ ഈ ഭരണപ്രദേശങ്ങളുമൊക്കെ വാഴാൻ പോകുന്നത്. ജോജി വേറെ ഏതോ മെസ്സേജിലും കണ്ട് പറഞ്ഞതുപോലെ ഏതോ ഒരു സഹോദരന് ഏതാണ്ട് കാര്യത്തെ ഉദ്ദേശിച്ച് പുള്ളി അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കും. അപ്പം ബ്രദർ പറഞ്ഞു, അയ്യോ സഹോദരൻ എന്തിനാ വിഷമിക്കുന്നത്, കുറച്ചങ്ങ് കഴിയട്ടെ, ഇത് കഴിഞ്ഞ് കർത്താവിന് ഭരണം കാര്യം വരുമ്പം സഹോദരനായിരിക്കും ഈ പ്രദേശമെല്ലാം വാഴാൻ പോകുന്നത്, വലിയ ഗവർണറായിട്ട് ഇവിടെ നിന്ന് വാഴാൻ പോകുന്ന ആള് ഇവിടെ ഇപ്പോൾ ഇരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കുറച്ച് കാലത്തേക്കുള്ള കാര്യം, അതൊക്കെ അങ്ങ് നടക്കും, അതൊക്കെ അങ്ങ് പോകും. ഇത് വലിയ ഭരണാധിപനാവേണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അത് ആ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് നിനക്ക് അധികം ലൂക്കോസ് 12 അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നത്. 19 അധ്യായത്തിൽ, ലൂക്കോസ് 19 അധ്യായത്തിൽ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ എല്ലാവർക്കും ഒരുപോലുള്ള ഭരണം കൈയാളുമെന്നല്ല, മറിച്ച് വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ളവർക്ക് കൂടുതൽ പട്ടണങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ നമ്മളവിടെ 17-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ലൂക്കോസ് 19:11 മുതൽ കർത്താവ് ഒരു 10 റാത്തലിന്റെ അല്ലെങ്കിൽ 10 പൗണ്ട്സിന്റെ ഉപമ പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? 17-ാമത്തെ വാക്യം, അവനോട് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ആള് 16-ാമത്തെ വാക്യം, 10 റാത്തൽ കൊണ്ട് തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും 10 റാത്തൽ വെള്ളി കൊടുത്തു എന്നാ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇപ്പൊ ഒരാൾ 10 റാത്തലും കൂടെ സമ്പാദിച്ചു. അത് നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10 പട്ടണത്തിന് അധികാരമുള്ളവനാകുക. രണ്ടാമത് 18-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തവൻ വന്ന്, നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? ലൂക്കോസ് 19-ന്റെ 18-ാമത്തെ വാക്യം. കറണ്ട് ലൊക്കേഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? രണ്ടാമത്തവൻ വന്ന്, കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയും, നീയും 5 പട്ടണത്തിന് മേൽവിചാരനായിരിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുത്തൻ വന്ന്, കർത്താവേ ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഒരു ഉറുമാലിൽ എന്നൊക്കെ പറയാൻ എന്താന്ന് നമ്മൾ മേടിച്ചു പോകും. പക്ഷേ വേറൊന്നുമല്ല, ഹാൻഡ് കർച്ചീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഹാൻഡ് കർച്ചീഫ്, ഉറുമാൽ. എന്ത് ഈ ഉറുമാൽ? വലിയ ഏതാണ്ട് സംഭവം നമ്മൾ വിചാരിക്കും. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ, ബൈലിംഗൽ ബൈബിളിലുള്ളതിന് വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മലയാളത്തിന് അർത്ഥം മനസ്സിലാവും. അപ്പോൾ ഉറുമാലിൽ എന്ന് പറഞ്ഞാൽ ഹാൻഡ് കർച്ചീഫിൽ പുള്ളിക്കാരൻ അതായത് തൂവാലയിൽ വലിയ കാര്യത്തിൽ ഭദ്രമായിട്ട് ഇതൊക്കെ കൊണ്ട് ഭൂമിയിൽ കൊണ്ട് കുഴിച്ചിട്ടു. അതാ ഞാനത് ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. മറ്റേ മത്തായി 25 ഭൂമിയിൽ കുഴിച്ചിട്ട കാര്യം വായിക്കുന്നത്. അവിടെ ഇത് 10 റാത്തലിന്റെ ഉപമയാണെങ്കിൽ, എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിക്കുന്നതാണെങ്കിൽ, മറ്റേ താലന്തുകളുടെ ഉപമയാണ് നമ്മൾ മത്തായി 25 സിമിലർ ആയിട്ടുള്ള ഉപമയാണ്, കുറച്ച് വ്യത്യാസമുള്ള ഉപമയാണ്. അവിടെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ദൈവം കൂടുതൽ താലന്തുകളും കുറവ് താലന്തും ഒക്കെ കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. 5-ഉം 3-ഉം 1-ഉം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ 5-ഉം 2-ഉം 1 തോന്നുന്നു, 5, 2, 1 കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ. മത്തായി 25 നമ്മൾ ഹാർമോണിയം വായിച്ച്, കീബോർഡ് വായിച്ച് നമ്മളിപ്പം അടുത്ത വരെയുള്ള മത്തായി 25 ഞാൻ പെട്ടെന്ന് പോയി. അവിടെ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ, മത്തായി 25 14 മുതൽ അവിടെ താലന്തുകളുടെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതെ, 2 ടാലൻസ്, 5, 2, 1. അപ്പം 5 ഉള്ള ആള് 10 ആക്കി, 2 ഉള്ള ആള് 4 ആക്കി, ഒന്നുള്ള ആൾ എന്ത് ചെയ്തു? അതൊരു ഭൂമി കുഴിച്ചിട്ടെന്ന് വെച്ചാൽ ഭൂമിക്ക് വേണ്ടി അവന് ദൈവം തന്ന താലന്തൊക്കെ അവനായിട്ട് തന്നെ ഭൂമിക്ക് വേണ്ടി, നമ്മൾ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടവരാണല്ലോ. അപ്പം ഭൂമി കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടേ അവന് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അവനൊന്നും അത് വ്യാപാരം ചെയ്തില്ല. ഇപ്പം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വിദ്യാഭ്യാസമോ കഴിവുകളോ നമ്മളുടെ സ്വാധീനമോ നമ്മളുടെ എന്ത് കാര്യങ്ങളായിട്ട് എല്ലാം കർത്താവ് എനിക്ക് തന്നൊരു ബുദ്ധിയുണ്ട്. അത് ഉപയോഗിച്ച് കർത്താവെ അവിടുത്തെ വചനം മനസ്സിലാക്കി അങ്ങയിൽ നിന്ന് വെളിപ്പാടുകൾ അതിലൂടെ എല്ലാം പ്രാപിക്കുവാനും, കർത്താവെ ആ വചനത്തിൽ വേരൂന്നുവാനും, അങ്ങനെ ജീവിപ്പാനും, അങ്ങനെ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും, അങ്ങനെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഓരോരോ കഴിവുകളും താലന്തുകളും എല്ലാം കർത്താവിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള സമയം, നമുക്ക് തന്നിട്ടുള്ള വീടും വസ്തുവകകളും ബാക്കിയുള്ള നമ്മളുടെ ഉപാധികളൊക്കെ ജ്ഞാനത്തോടെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വാരി വലിച്ചെറിഞ്ഞ് ജ്ഞാനമില്ലാതെ ചെയ്യണമെന്നല്ലാതെ ജ്ഞാനത്തോടെ കർത്താവ് പറയുന്നതനുസരിച്ച് നമ്മളത് വിനിമയം ചെയ്യുമ്പോൾ 10 സിറ്റീസ്, 5 സിറ്റീസ്, 5 പട്ടണങ്ങൾ
അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ എത്തി? ലൂക്കോസ് 19 നമ്മൾ തിരിച്ചെത്തി. കറണ്ട് ലൊക്കേഷൻ നമ്മൾ വാട്സാപ്പിലൊക്കെ കറണ്ട് ലൊക്കേഷൻ അയക്കും ബ്രദറെ എന്ന് പറയും. എവിടെ കറണ്ട് ലൊക്കേഷൻ എവിടെ എത്തി? ലൂക്കോസ് 19 വാക്യം കണ്ടു. എന്താ? നീ 5 പട്ടണത്തിന് ഏതായാലും മറ്റൊരുത്തൻ ഉറുമാല് കെട്ടിവെച്ച ആളിനോട് എന്ത് പറഞ്ഞു? നീ വെക്കാത്തത് എടുക്കുകയും എന്നാണ്. അപ്പം അവൻ 21 വാക്യത്തിൽ അവൻ യജമാനനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ ദൈവത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്. കർത്താവ് എത്ര സ്നേഹനിധിയായ മത്സരനിധിയായ ഒരു കർത്താവാണ്, സ്നേഹനിധിയായ പിതാവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി എല്ലാം കൊടുക്കാനായിട്ട് നമുക്ക് തയ്യാറുള്ള. മറ്റേതാണെങ്കിൽ കർത്താവിനെല്ലാം അങ്ങ് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തോ ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ കർത്താവിനെല്ലാം സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം ഉള്ളത്. എബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസഹാക്കിനെ എബ്രഹാമിനെ ദൈവം നൽകിയത്, എന്ന് വാഗ്ദത്ത സന്തതിയായിട്ട് നൽകിയതെന്ന് പറയുന്നത് പോലെ നാം കർത്താവിന് കൊടുക്കുമ്പോഴാണ് നമുക്കെല്ലാം ഉള്ളത്. കർത്താവിന് കൊടുത്ത എല്ലാം കർത്താവ് തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോയി നമ്മളെ പട്ടിണിക്കിടും എന്നുള്ളതല്ല. അപ്പോൾ അവന് യഥാർത്ഥത്തിൽ കർത്താവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ യജമാനെ അറിയാത്തവനെ എന്താ യജമാനെ ആരോപിക്കുന്നത്? ലൂക്കോസ് 19 നമ്മളിവിടെ വെളിപാട് പുസ്തകത്തിൽ നമ്മളെ പെട്ടെന്ന് ആ ഒരു എന്താ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞു വരുവാണ്. കർത്താവ് വരുമ്പോൾ കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യം, നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു ആരോഗ്യകരമായ ദൈവഭയമല്ല, ഇതൊരു അൺഹെൽത്തി ഫിയറോ, ദൈവം എന്തോ അത് ചെയ്യും ഇത് ചെയ്യും. അപ്പൊ അങ്ങ് അവർ ദൈവത്തെ വേണ്ടവണ്ണം അറിയാതെ അവന് അവന് അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടില്ല. അവൻ അവനോട്, ദുഷ്ടദാസനെ, 22 വാക്യം, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് ഇടുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടി വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാതെ എന്താ? അറ്റ്ലീസ്റ്റ് ബാങ്കിലെങ്കിലും കൊണ്ട് ഇട്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടിയേനെയല്ലോ എന്നുള്ള കാര്യം അതാ കർത്താവ് പറയുന്നത്. നാണ്യപീഠം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് നാണ്യപീഠത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. പിന്നെ 24 വാക്യം, പിന്നെ അവൻ അരികെ നിൽക്കുന്നവനോട് ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവനോട് കൊടുക്കും. കൂടുതൽ വിശ്വസ്തതയുള്ളവന് കൂടുതൽ കൊടുക്കും. അതാ യുദാസിനെയും കൂടെ എടുത്ത് പൗലോസിന് കൊടുത്ത്, പൗലോസിന് ഭയങ്കര വലിയ ശുശ്രൂഷയായിരുന്നത് പോലെ നമ്മൾ കാണുന്നത്. ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ. അവർ പറഞ്ഞു, ഉള്ളവന് ഇവനും കൊടുക്കും, ഇല്ലാത്തവനോട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിഫലം കൊടുപ്പായിരിക്കും അന്ന് ആ 1000 വർഷക്കാലം ഭരണത്തിന്റെ തുടക്കത്തിൽ. അങ്ങനെ 1000 വർഷക്കാലം കർത്താവ് ഭരിക്കുന്ന സമയത്ത് ഈ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ പട്ടിയൊക്കെ പിടിച്ച് കൂട്ടിലിടുന്നത് പോലെ ആ സമയത്ത് കൂട്ടിൽ കിടക്കുന്ന ഒരാളുണ്ട്. ആരാ? 1000 വർഷക്കാലം സാത്താനെ അഗാധത്തിൽ കൂട്ടിലിട്ടേക്കുമായിരിക്കും. ഒരു ദൂതൻ വന്ന് അവനെ കൂട്ടിലിടുന്ന കാര്യമൊക്കെ, അവന് വലിയ പ്രധാന ദൂതനൊക്കെ ആയിരുന്നു. എന്നാൽ ഒരു ചെറിയ ദൂതൻ വന്ന് അവനെ പെട്ടെന്ന് പിടിച്ച് തടങ്കലിടുന്നത് പറഞ്ഞ്, ചങ്ങലക്കിടുന്നെന്ന് പറഞ്ഞതുപോലെ അവനെ പിടിച്ച് അഗാധത്തിൽ അവനെ ബന്ധിച്ചിടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20 അധ്യായത്തിൽ കാണുന്നുണ്ട്. 1000 വർഷക്കാലത്തിന് ശേഷം ഈ പേപ്പട്ടിയെ പോലുള്ള ഈ പിശാചിനെ തുറന്നു വിടുമ്പോൾ അവൻ പിന്നെയും എല്ലാവരെയും കടിച്ച് പേപ്പട്ടി വിഷബാധ വരുത്തുമെന്ന് പറഞ്ഞതുപോലെ കുറെ പേര് പലരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പിന്നെയും തിരിക്കും. അവരെല്ലാം കൂടെ സ്വർഗത്തിൽ നിന്ന് തീ വന്ന് ദഹിപ്പിച്ച് കളയും. അതിനുശേഷം പിശാചിനെയും കൂടെ എങ്ങോട്ട് കൊണ്ടിടും? തീപ്പൊയ്കയിലോട്ട് കൊണ്ടിടും എന്നുള്ള കാര്യം നമ്മളെവിടെ വായിക്കുന്നേ? വെളിപാട് 20 അധ്യായത്തിന്റെ 10 വാക്യമാണ്. പിശാചിന് ഒരുപക്ഷെ ബൈബിളിലേക്ക് വെച്ച് ഏറ്റവും ഇഷ്ടമില്ലാത്ത വാക്യങ്ങളിൽ ഒന്നെന്ന് ചോദിച്ചാൽ എന്താ? വെളിപാട് 20:10. അതുകൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും പറയുന്നു, പിശാചിനെ ഒന്ന് ചൊറിയാൻ വേണ്ടി. എന്താ? വെളിപാട് 20:10, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി ഈ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ ഓൾറെഡി തീപ്പൊയ്കയിലുണ്ടായിരുന്നു. അവരുടെ ഒത്ത നടുവിലേക്ക്, തീപ്പൊയ്കയുടെ നടുക്കിലേക്ക് ഈ പിശാചും കൂടെ ചെന്ന് വീഴും. അതിനുശേഷം പിന്നെ അതിവിശ്വാസികളുടെ ഈ 1000 വർഷക്കാലം ഭരണത്തിന് തുടക്കത്തിൽ വിശ്വാസികളെ കർത്താവിന് മുമ്പാകെ ഉള്ള പ്രതിഫലം കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. 1000 വർഷക്കാലത്തിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി. അവിടെ ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്തവർ എന്നുള്ള ആ ഒരു പ്രയോഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എഴുതപ്പെട്ടിട്ടും വായിച്ചു കളയപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാകാം. വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ വെളിപാട് 20:15 പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, കുഞ്ഞാടിന്റെ കല്യാണം, പുത്തനെരിശിലേമാകുന്ന വധുവിന്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ കാണുന്നു. ലോകത്തിൽ നിന്ന് വേർപാടാകുന്ന വലിയ മതിലിന്റെ വിടുത്തൊക്കെ നമ്മൾ കണ്ടു. 22 അധ്യായത്തിൽ അടിമദാസന്മാർ കർത്താവിനെ മുഖം കണ്ട് ആരാധിക്കുന്നു. ഇപ്പം നമ്മുടെ പൊന്നബ്രദറൊക്കെ, കർത്താവിൽ ചേർക്കപ്പെട്ട പൊന്നബ്രദറും മോളി സിസ്റ്ററും ഒക്കെ ഇങ്ങനെ
കർത്താവിന് മുമ്പാകെ കർത്താവിന് മുഖം കണ്ട് ആരാധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നിത്യതയിൽ നമ്മളെല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് എത്തിച്ചേരുന്ന ഒരു കാര്യം നമ്മളിവിടെ വെളിപാട് 22-ന്റെ 3-4 വാക്യങ്ങളിൽ അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ച് നിത്യതയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ആ ഒരു 5-ാമത്തെ വാക്യത്തിലൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം വിശ്വസ്തമായിട്ടുള്ള വാക്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും യോഹന്നാൻ ആകപ്പാടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അങ്ങ് കവിണ്ണു വീണു. ആരുടെ മുമ്പിലായിപ്പോയി? ദൂതന്റെ മുമ്പിലായിപ്പോയി. ദൂതൻ പറയൂ, എന്നെ അല്ല ആരാധിക്കേണ്ടത്, അങ്ങ് ദൈവത്തെ ആരാധിക്കുക. അപ്പം ദൈവത്തിനാണ് എല്ലാ മഹത്വം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് പലയിടത്തു നിന്ന് കണ്ടു. കർത്താവ് ആരാധന സ്വീകരിച്ചു എന്ന പത്രോസോ ഈ ദൂതനോ പൗലോസോ ബർണബാസോ ഒന്നും ആരാധന സ്വീകരിക്കാൻ വിസമ്മതിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹെറോദാവ് ആരാധന സ്വീകരിക്കുന്ന വണ്ണം അവനങ്ങ് ഞെളിഞ്ഞിരുന്നു. അവൻ പെട്ടെന്ന് താഴെ വീണ്ടുതാ കിടക്കുന്ന ധരിത്രിയിൽ എന്ന് പറയുന്നതിൽ അവൻ താഴെ വീണ് പുഴുക്കളൊക്കെ അരിച്ച് മരിച്ചുപോയ കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലരുടെ 12-ാം അധ്യായത്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എവിടെ എത്തി? നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. അതിൻ്റെ ഈ പുസ്തകത്തെ മുദ്രയിടരുതെന്നുള്ള കാര്യം. ദാനിയേലിൻ്റെ പ്രവചനം അവസാന കാലം വരെയും മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. എന്ന അന്ത്യകാലത്ത് ഇപ്പം നമുക്കത് അതിൻ്റെ പ്രവചന നിവൃത്തികളൊക്കെ നമുക്ക് ഇന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവണ്ണം ഈ അന്ത്യകാലത്ത് സഭായുഗത്തിൽ മുദ്രയൊക്കെ മാറ്റപ്പെട്ട ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം ഇപ്പോൾ. എന്നാൽ വെളിപാട് പുസ്തകം മുദ്രയിടരുത്, അത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കണം. എന്നാൽ ആരും വായിച്ച് മനസ്സിലാക്കാൻ മെനക്കെടാത്തൊരു പുസ്തകം ആരും എന്ന് പറഞ്ഞാൽ പലരും മിക്ക വിശ്വാസികൾക്കും ഈ വെളിപാട് പുസ്തകം അതൊന്നും വായിച്ചാൽ മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് വായിക്കാൻ അവരങ്ങും മടിക്കും. അതുകൊണ്ടാണ് ദൈവം സഹായിച്ച് നമ്മൾ സഭയായിട്ട് ദൈവം സഹായിച്ച് നമ്മൾ വാക്യപ്രതി വാക്യമല്ല വാക്ക് പ്രതി വാക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കും കുറച്ചുകൂടെ നമ്മളെ ആഴത്തിലൊക്കെ ചിന്തിച്ച് നമുക്ക് ദൈവം സഹായിച്ച് നമ്മൾ കുറച്ചൊരു ഉന്തുവണ്ടിയുടെ സ്പീഡിലാണെങ്കിൽ പോലും ഒരു ഒച്ചിൻ്റെ സ്പീഡിലാണെങ്കിൽ പോലും നമ്മൾ വെളിപാട് 22-ന്റെ 10 വരെ എത്തി. ഇനിയിപ്പം 11-ാമത്തെ വാക്യം ഇപ്പം സാക്വനം ബ്രദറിന് അന്തിമോചന പുസ്തകത്തിൻ്റെ ആ കറസ്പോണ്ടിങ് പോർഷന് ജേക്കബ് ബ്രദർ ഇപ്പം വായിക്കുമല്ലോ, അജി ബ്രദർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അത് വളരെ ഒരു ഷോക്കിംഗ് വേഴ്സ് എന്ന് പറയാം. അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ബ്രദർ നമ്മൾ ഇനിയിപ്പം അത് പുസ്തകങ്ങളുള്ളവർ അത് തുറന്നു നോക്കാം. ഇതിപ്പം അത് ഡിസ്പ്ലേ ചെയ്യില്ല പുസ്തകം. ഇപ്പം നമ്മൾ cfcindia.com ജീവമൊഴികൾ.org പോയാൽ ബുക്ക് സെക്ഷനിൽ ഫൈനൽ ട്രയംഫ് അല്ലെങ്കിൽ അന്തിമ വിജയം എന്നുള്ള പുസ്തകം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് വായിക്കാനും പറ്റും. അതിൻ്റെ കോപ്പീസ് നമുക്ക് മിക്കവർക്കും അവൈലബിൾ ആണല്ലോ. അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്പം അഞ്ചു പേർ ഡിസ്പ്ലേയും ചെറു പേർ ഇപ്പം വായിക്കാൻ തുടങ്ങുമല്ലോ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അമ്പരിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് ബൈബിളിന്റെ അവസാന താളിൽ നാം കാണുന്നത്. കൂടുതൽ അഴുക്കും അനീതി പ്രവൃത്തികളും ചെയ്യുവാൻ ഇത് ആളുകളെ ഉത്ബോധിപ്പിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചു, അതിന്റെ അവസാന പുറത്ത് വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോഴും മാനസാന്തരപ്പെടുവാനോ പാപങ്ങളെ ഉപേക്ഷിക്കുവാനോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അനീതി ചെയ്യുന്നതും അഴുക്കാടുന്നതും തുടർന്നു കൊള്ളുക. നിന്നെക്കുറിച്ച് പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ല. വെളിപാട് പുസ്തകത്തിൽ പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വായിച്ച ശേഷം നീ ഇനിയും നിന്റെ ദുർമോഹങ്ങളിൽ മുഴുകുവാനും പാപത്തിന്റെ ഇമ്പങ്ങളെ തേടുവാനും ചീത്ത പുസ്തകങ്ങൾ വായിക്കുവാനും അശ്ലീല ചിത്രങ്ങൾ കാണുവാനും ആഗ്രഹിക്കുകയാണോ? ആരോടെങ്കിലും ക്ഷമിക്കാതെ പക കൊണ്ടു നടക്കുവാനാണോ ശ്രമിക്കുന്നത്? അസൂയപ്പെടുവാനും അപവാദവും ഏഷണിയും പറയുവാനും നിങ്ങൾക്ക് വേണ്ടിയും ഈ ദൂഷിച്ച ലോകത്തിനു വേണ്ടിയും തുടർന്ന് ജീവിപ്പാനുമാണോ മുതിരുന്നത്? അങ്ങനെ ആയിക്കൊള്ളൂ, ദൈവം നിങ്ങളെ തടയുകയില്ല. എന്നാൽ നീതിമാനെയും വിശുദ്ധനെയും കുറിച്ച് 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധിയെ പിന്തുടരുന്നതിന് ഒരന്തമില്ല. എന്തുകൊണ്ട്? നീതിയെയും വിശുദ്ധിയെയും കൂടുതൽ പിന്തുടരുക.
നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നതാണ് നാം നിത്യത എവിടെ ചെലവഴിക്കും എന്ന് തീരുമാനിക്കുന്നത്. നാം പാപത്തിലും അഴുക്കിലും ജീവിച്ചാൽ നാം നിത്യകാലം തീപ്പൊയ്കയിൽ പാപത്തിലും അഴുക്കിലും തിന്മയിലും തുടരും. അതേസമയം ഈ ജീവിതത്തിൽ നാം നീതിയെയും വിശുദ്ധിയെയും പിന്തുടർന്നാൽ അന്ന് നിത്യതയിലും നമ്മുടെ അന്വേഷണം അതായിരിക്കും. നാം മരിക്കുമ്പോൾ നിത്യതയിലെ നമ്മുടെ അവസ്ഥയെ മുഴുവൻ തീരുമാനിക്കപ്പെടും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് തന്നെ കിടക്കും. സഭാപ്രസംഗി 11:3 നമ്മള് വെളിപാട് പുസ്തകം 22:11 ഓർക്കാൻ എളുപ്പമോ എങ്ങനെയാ? 22 പകുതിയെ 11 അല്ലേ? ഇവിടെ 22:11 ഒരു ഷോക്കിംഗ് വേഴ്സ് ഇൻ ദ ബൈബിൾ. ബൈബിൾ മൊത്തവും പറയുന്നത് എന്താ? പാപം ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന്. ഇവിടെ പറയുന്നത് പാപം ചെയ്യൂ. ഒരു കൂട്ടരോട് പറയും നിങ്ങൾ പാപം ചെയ്തോളാൻ. എന്താ അത് പറയുന്നതിന്റെ അർത്ഥം എന്താ? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ എന്നുവെച്ചാൽ ഇത്രയെല്ലാം വെളിപാട് പുസ്തകം തന്നെ ഇത്രയും വായിച്ചു. ഇനിയിപ്പം ബൈബിളിന്റെ തന്നെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള ഈ വെളിപാട് പുസ്തകം ബൈബിൾ തന്നെ മൊത്തവും വായിച്ചിട്ടും വീണ്ടും സ്വന്തം വഴിയെ പോകാൻ, സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിന്റെ വഴി, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, പണം, അങ്ങനെയൊക്കെയുള്ള അതിന്റെ പിന്നാലെ പോകാനുള്ള ഒരു ത്വരയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുമോ ദൈവം? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ആ ഒരു വളരെ ഒരു ഹൃദയവേദനയോടുള്ള ഒരു പിതാവിന്റെ സ്വരമാണത്. അനീതി ചെയ്യുന്നവന് ഇനി അനീതി ചെയ്യട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയുന്നത്? ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ എന്താ? അഴുക്കുള്ളവന് ഇനി അഴുക്ക് ആടട്ടെ. എന്നാൽ നീതിമാന്മാരായിട്ടുള്ള ചിലരുണ്ട്, അവര് റൈച്ചസ് ആയിട്ടുള്ളവര്. അതാ നീതിമാന്മാരായിട്ടുള്ളവര് അവര് ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ കേരളത്തിലെ 3 ഡിവിഷൻസ് പറഞ്ഞപ്പോൾ എനിക്ക് ആ 3 വാക്കുകൾ കിട്ടിയില്ല. ഇത്രയേ ഉള്ളൂ. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അതാ കേരളത്തിന്റെ പണ്ടത്തെ 3 ഡിവിഷൻസ്. ഇത് നമ്മൾ പുതിയ നമ്മുടെ മോഡേൺ ജനറേഷൻ ഒന്നും ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. പണ്ട് കേരളം എന്നുള്ള ഒരു സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായതിനു മുമ്പ് ഈ ഒരു 3 ഡിവിഷൻസ് ആയിട്ട് പറയുമായിരുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ഇസ്രയേലും ഒരു ചെറിയൊരു ഭൂപ്രദേശമാണ്. അപ്പം ഇസ്രയേലും അതുപോലെ തന്നെ ഗലീലിയ, ശമരിയ, യഹൂദിയ, ആ ഒരു സിമിലർ ആയിട്ട് നമുക്ക് മലയാളികൾക്ക് ഓർക്കാനൊരു താതാത്മ്യം എന്നുള്ള രീതിയിൽ താരതമ്യം എന്നുള്ള നിലയിൽ അത് ജോജി വേറെ എനിക്കൊന്ന് ഏതൊരു പണ്ടത്തെ ഏതൊരു മെസ്സേജിൽ വേറെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അവർ തിരുവിതാംകൂർ അല്ല ഇപ്പോൾ എന്താണ് പറഞ്ഞേ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ഗലീലിയ, ശമരിയ. അപ്പൊ ആ അവർക്ക് ഗലീലയിൽ നിന്ന് യഹൂദിയിലാണ് യെരുസലേം ഒക്കെ ഉള്ളത്. അപ്പൊ യഹൂദിയിലോട്ട് പോകണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ശമരിയെ കൂടെ. പക്ഷെ ശമരിയക്കാര് അസ്പൃശ്യരാണ്. അവര് കുറഞ്ഞ ജാതിക്കാരാ. അവരങ്ങ് താണ ആൾക്കാരാ. അങ്ങ് അതുപോലെ വചനമൊന്നും അതുപോലെ പിന്തുടരുന്ന ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? യഹൂദന്മാര് ഈ മൂക്കേ തൊടാൻ 3 വില എന്ന് പറഞ്ഞതുപോലെ അവര് ഈ ശമരിയെ കൂടെ കടക്കാതെയൊക്കെ ഒത്തിരി പാടുപെട്ടൊക്കെ യെരുസലേമിലാണല്ലോ ഭക്തന്മാരായ യഹൂദന്മാരൊക്കെ വർഷത്തിൽ 3 തവണയെങ്കിലും യെരുസലേം ദേവാലയത്തിൽ വന്ന് വഴിപാട് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യെരുസലേം ദേവാലയത്തിലെ പെരുന്നാളുകളെ കുറിച്ചൊക്കെ. അപ്പൊ പക്ഷെ കർത്താവ് ഈ ശമരിയിൽ കൂടെ തന്നെ വന്നു. അങ്ങനെ ശമരിയ സ്ത്രീയൊക്കെ കർത്താവ് രക്ഷിച്ചെടുക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ കൂടെ നമ്മളത് അറിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഉത്സാഹമാണ് ബൈബിൾ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അപ്പൊ അതിനാ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ? ഇത്രയെല്ലാം കേട്ടിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോഴും മറ്റുള്ളവരെ പറ്റിച്ച് ഇപ്പം യൗവനക്കാർ വരിക്കും, ഞങ്ങൾ പേരൻസിനെ പറ്റിച്ചങ്ങ് നമുക്ക് സ്വന്തം വഴി അങ്ങ് പോകാം. പക്ഷെ ശരിക്കും ആരെയാണ് പറ്റിക്കുന്നത്? അവരെ തന്നെ പറ്റിക്കുന്നത്. ദൈവത്തെ പറ്റിക്കാനൊക്കെ ചിലപ്പം എൽഡേഴ്സിനെയോ പേരൻസിനെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കർത്താവിനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല, പരിഹസിച്ചുകൂടാ.
എവിടെ നമ്മൾ ആ വാക്യം വായിക്കുന്നേ? ഗോഡ് കനോട്ട് ബി മോക്ഡ് എന്ന് വായിക്കുന്നത് ഗലാത്യർ 6-ാം അധ്യായത്തിന്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വേഴ്സാണ്. ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ നമ്മൾ വിചാരിക്കും വേറെ ആരും അറിയുന്നില്ലല്ലോ നമ്മളുടെ പാപങ്ങളോ നമ്മളുടെ സ്വയകേന്ദ്രിതമായ ചിന്തകളോ ആ, വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും വേറെ ആരും അറിയുന്നില്ലല്ലോ. അതിപ്പോൾ എല്ലാവരും പറ്റിച്ച് നമുക്കങ്ങ് യുനോ ജീവിക്കാം. നമ്മൾ ആള് അത്ര മിടുക്കനാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മള് ദൈവത്തെക്കാട്ടി മിടുക്കരാണോ? അല്ല. ഗലാത്യർ 6-ന്റെ 7-ാമത്തെ വാക്യം. 6-ന്റെ 7 ഓർക്കാൻ എളുപ്പം. 6 കഴിഞ്ഞാൽ 7. ഗലാത്യർ എത്ര അധ്യായമുണ്ട്? 6 അധ്യായം. അപ്പൊ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വേഴ്സാണ്. നമ്മളിപ്പോഴും നമ്മൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്ന, കർത്താവ് എല്ലാം ക്ഷമിച്ചോളും. ശരിയാ, നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് ക്ഷമിക്കും. പക്ഷേ ക്ഷമിച്ചാലും എന്തുണ്ട്? പാപത്തിന്റെ ഫൊഗീവ്നെസ് ഉണ്ടെങ്കിലും അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. ദാവീദിന്റെ ബത്ശേബയായിട്ടുള്ള പാപം ദൈവം ക്ഷമിച്ചു, എന്നാൽ ആ കുഞ്ഞ് ജീവിച്ചില്ല. അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്, അതിന്റെ അനന്തരഫലങ്ങളുണ്ട്. അതാ നമ്മൾ ഗലാത്യർ 6-ന്റെ 7 വഞ്ചനപ്പെടാതിരിക്കുവിൻ. അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാതിരിക്കുക എന്ന് നമുക്ക് കുറച്ചുകൂടെ നല്ല മലയാളത്തിൽ, പഴയ മലയാളത്തിൽ വഞ്ചനപ്പെടാതിരിക്കുക, അത് വഞ്ചിക്കപ്പെടാതിരിക്കും. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഗോഡ് ഈസ് നോട്ട് മോക്ഡ്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഇന്ന് ദൈവത്തെ പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓ ദൈവോ എന്നൊക്കെ പറഞ്ഞ്. മനുഷ്യൻ പറയുമ്പോൾ ദൈവ ശ്വാസം എടുത്ത് അവര് താഴ്ന്നുള്ളത് എടുത്ത് വീഴുന്നുള്ള കാര്യം അവരറിയുന്നില്ല. ദൈവത്തെ പരിഹസിച്ചുകൂടാ. നമ്മൾ മേ ബി ഇന്റർനെറ്റിലൊക്കെ ഇതുപോലെ ദൈവത്തെ പരിഹസിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിലര് ദൈവത്തിനൊരു ജഡ്ജ്മെന്റ് വന്നതുപോലെ ഈ ഹെരോദ പെട്ടെന്ന് മറിഞ്ഞിടിച്ച് വീടെന്ന് പറഞ്ഞതുപോലെ ഒക്കെയുള്ള ചില ചില വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ചില പോപ്പ് സിംഗേഴ്സോ അതുപോലെ ഇതൊക്കെ ഇടയ്ക്ക് പണ്ട് എന്തോ ഒരു പോസ്റ്റ് ഇങ്ങനെ വായിക്കാനിടയാ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പലരും ഇങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒതൻറ്റിസിറ്റി നമുക്ക് അറിയത്തില്ല. വാട്സപ്പിൽ ഫോർവേഡായിട്ട് വരുന്ന എല്ലാത്തിനും നമുക്ക് ഒതൻറ്റിസിറ്റി എത്ര ഫാക്ച്വലി ട്രൂ ആണ്, വസ്തുതാപരമായി എത്രമാത്രം കൃത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിലും പലയിടത്തും ഇങ്ങനെ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ എന്തോ സിഗരറ്റ് ഇങ്ങനെ പഫ് ചെയ്ത് ഇതാ ദൈവത്തിനെന്നൊക്കെ പറഞ്ഞ എന്നാ ഉടനടി അതിൻ്റെ ഒരു ന്യായവിധി. എപ്പോഴും ദൈവം അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷേ ചിലപ്പോൾ ചില മുന്നറിയിപ്പ് എന്ന നിലയിൽ ചിലർക്ക് പെട്ടെന്നൊരു ന്യായവിധി. ഇവർ വഴുവഴുപ്പുള്ള നിലത്താണ് നിൽക്കുന്നത്, ഈ ദുഷ്ടന്മാര് എവിടെ നിൽക്കുന്നേ, അവരുടെ ലൊക്കേഷൻ, അവരുടെ പ്ലേസ്മെന്റ് എവിടാന്ന് നമ്മൾ വായിച്ചു. ഇവിടെ സങ്കീർത്തനം 73-ാം സങ്കീർത്തനം, ആസാഫിന്റെ സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതുപോലെ ദുഷ്ടന്മാർ തഴച്ച് വളരുന്നത് പോലെ വലിയ പരിഹാസവും വലിയ ഇതൊക്കെ നിന്ന് വലിയ വലിയ വീരവാദങ്ങളും ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന കാണാം. പെട്ടെന്ന് നോക്കുമ്പോൾ ആളെ കാണത്തില്ല. എന്താ വീണ്ടും ഇതാ കിടക്കുന്നു ധരിത്രിയിൽ, എന്താ ആളുടെ കാറ്റ് പോയി, ഫ്ലാറ്റായി എന്ന് പറഞ്ഞാൽ നേരെ നിന്നയാള് ഫ്ലാറ്റായിട്ട് ഇപ്പം കിടക്കുക. അങ്ങനെയുള്ളൊരവസ്ഥ. അവർ വഴുവഴുപ്പുള്ള നിലത്തിൽ പെട്ടെന്ന് നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ നടക്കുവാതിരിക്കട്ടെ, ടപ്പൊന്നും പറഞ്ഞ് മറിഞ്ഞടിച്ച് വീഴും എന്ന് പറയുന്നത് പോലെ വീണ്ടും കിടക്കുന്ന ദരിദ്രയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ. അത് ചിലപ്പോൾ നമ്മൾ തമാശയായിട്ടൊക്കെ ചിലപ്പം തന്നെ നമ്മൾ ദൈവമക്കള് പറയുമ്പോൾ തന്നെ ഇപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങളും നരകത്തിൻ്റെ കാര്യമൊക്കെ എന്നാൽ അതൊരു ഒരു പരിഹസിക്കുന്ന രീതിയിലുള്ള മോക്കേഴ്സ് ഓഫ് റിവേലേഴ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ നമ്മൾ യൂദയുടെ പുസ്തകത്തിലൊരു വാക്യം വായിക്കുന്നുണ്ട്. ഞാനിവിടെ ഗലാത്യറിൽ വേറിൽ വെച്ചുകൊണ്ട് തന്നെ യൂദയുടെ പുസ്തകത്തിലോട്ട് പോകുന്നതിൽ ചിലർക്ക് അമർഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേങ്കിൽ ഞാൻ എല്ലാ വാക്യങ്ങളും കൂടെ ഒരുമിച്ചങ്ങ് വായിക്കുകയാണ്. യൂദയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ എവിടെ? ഈ വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പ് അവിടെ ദി റിവൈലേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ദൈവത്തെ പരിഹസിക്കുന്നതിനെ കുറിച്ച് പറയുന്നൊരു വാക്യം അവിടെ അതിൻ്റെ 4 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കൃപയെ ലൈസൻസ് ആക്കി എടുക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് റിവൈലേഴ്സ് ഓഫ് ഗോഡ് എന്നുള്ളൊരു പദപ്രയോഗം എവിടാന്ന് മോക്കേഴ്സ്, ഇത് 18-ാമത്തെ വാക്യത്തിൽ പരിഹാസികൾ ഉണ്ടാകും, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒരു റിവൈലേഴ്സ് എന്നുള്ളൊരു പദവും അവിടെ റിവൈൽ ഏഞ്ചലിസ്റ്റിക്, അതെ 8-ാമത്തെ വാക്യത്തിലായി റിവൈൽ ഏഞ്ചലിക് മജസ്റ്റീസ് 8-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായും ജഡത്തെ മലിനമാകുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും, അതാ മഹിമകൾ എന്ന് പറഞ്ഞാൽ ഏഞ്ചലിക് മജസ്റ്റീസ്, അതായത് ദൂതവൃന്ദത്തെയൊക്കെ ദുഷിക്കുകയൊക്കെ ചെയ്യുന്നവര്. പിന്നെ പരിഹാസികളെന്ന് നമ്മളവിടെ യൂദ 1-18 വായിക്കുന്നു. ഇവൻ 2 പത്രോസും നമ്മൾ ആ പരിഹാസികൾ ഉണ്ടാകും, അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും. 2 പത്രോസ് എന്ന് പറയുമ്പോൾ പത്രോസിന്റെ അവസാനത്തെ ലേഖനമാണ്. അതിൻ്റെ 3-ാം അധ്യായത്തില് അവസാന കാലത്ത് പരിഹാസികൾ എന്നുള്ളൊരു കാര്യം 3-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 3-ാമത്തെ വാക്യം
മലയാളത്തിൽ 4-ാമത്തെ വാക്യം. 2 പത്രോസ് 3:4, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന്. ഇന്ന് നമ്മളിപ്പോൾ അന്ത്യകാലം അടുക്കും തോറും കൂടുതൽ കൂടുതൽ പരിഹാസികളൊക്കെ ഇങ്ങനെ ക്രോപ്പപ്പ് ചെയ്ത് വരും. പക്ഷേ ഇവരെവിടെ വഴുവഴുപ്പുള്ള നിലത്താണ് നിൽക്കുന്നത്, പെട്ടെന്ന് മറിഞ്ഞിടിച്ച് വീഴും. ചിലപ്പം ഭൂമിയിൽ ചിലപ്പം വലിയ കാര്യത്തിലേക്ക് ജീവിക്കുമായിരിക്കും കുറച്ചു കാലം, പക്ഷേ ഭൂമി തന്നെ ചിലരുടെ ന്യായവിധി ഉണ്ടാകുന്ന വണ്ണമുള്ള ചില മുന്നറിയിപ്പുകൾ ഉണ്ടാകും. പിന്നെ ചിലർക്ക് അങ്ങ് നിത്യതയിലായിരിക്കും അതിൻ്റെ ബാക്കിയെല്ലാം അനുഭവിക്കുന്നത്. അപ്പം എന്തായാലും ദൈവത്തെ പരിഹസിച്ചുകൂടാ. നമ്മളിപ്പോൾ എവിടുന്നാ പോയെ? ഗലാത്യർ 6-ാം അധ്യായത്തിൽ നിന്നാണ് പോയെ. 7-ാമത്തെ വാക്യം, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്നതിലും അടുത്ത് പോരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നൊരു കാര്യം. അപ്പം നമ്മൾ വെളിപാട് 22:11 നീതിമാന്മാരും ഉണ്ട്, അനീതിയുള്ളവരും ഉണ്ട്. അനീതി ചെയ്യുന്നവൻ വെളിപാട് 22:11 നമ്മൾ എത്തി വെളിപാട് 22:11 വാക്യത്തിൽ നമ്മളെത്തി. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. ഇപ്പൊ കൂടുതൽ എന്താ പറയാനുള്ള, ദൈവം ആരുടെ ഇങ്ങനെ കഴുത്തിന് കോളറിനെ പിടിച്ച് നീ അനീതി ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് പറയത്തൊന്നുമില്ല. നിനക്ക് അത് ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിട്ടും നിനക്ക് അതാ താല്പര്യം, നിനക്കൊരു മാനസാന്തരം ഇല്ല, അതിൽ തന്നെ തുടരാനാ, പന്നിയുടെ കൂടെ ചെളിക്കുഴി കിടന്ന് അങ്ങ് ഉരുണ്ട് രസിക്കാനാ നിനക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്തു. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും എന്തുണ്ട്, നീതിമാന്മാരായിട്ടുള്ളവരുണ്ട്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. വിശുദ്ധൻ ഇനി അത്രയധികം വിശദീകരിച്ചാലും കർത്താവിൻ്റെ വിശുദ്ധിയോളം, കർത്താവിന് നിർമ്മലത, കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കാൻ എവിടെ പറയുന്നേ? 1 യോഹന്നാൻ 3:3 വാക്യം നമ്മൾ എപ്പോഴെപ്പോഴും എടുത്തു പറയുന്നൊരു വാക്യമുണ്ട്. നമുക്ക് ഈ ഒരു കർത്താവ് രണ്ടാമത് വരും എന്നുള്ള പ്രത്യാശ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? യേശു കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മനോഭാവങ്ങളും പല ചിന്തകളും പല ലക്ഷ്യങ്ങളും പല വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കർത്താവേ അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡിന് അത്രവണ്ണം ഒന്നും എത്തിയില്ലല്ലോ ഞാൻ. കർത്താവേ, നമ്മുടെ മനസാക്ഷിക്ക് ഒരു നിർമ്മല മനസാക്ഷിയോടെ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ ജഡത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളെയൊക്കെ പെട്ടെന്ന് ദൈവം നമുക്ക് വെളിച്ചം തരും. നമ്മുടെ ചില നോട്ടങ്ങൾ, ചില ഭാവങ്ങൾ, ചിലരോട് ചില മനോഭാവങ്ങൾ, ചില അസൂയ, ചില പക, ചില വിദ്വേഷം, ചില ആകുല ചിന്ത, ചില ക്ഷമിക്കാൻ പ്രയാസമുള്ള മനോഭാവം, ചില ഒരു കണ്ണുകടി എന്ന് പറഞ്ഞാൽ അസൂയ, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ളൊരു നമുക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അവരെന്താ ഇങ്ങനെ, നമുക്ക് ഓരോരുത്തരെ കുറിച്ചുള്ളൊരു പരാതിയും പെറുപെറുപ്പും അങ്ങനെയൊക്കെയുള്ള ജഡത്തിൽ നിന്ന് ഉയരുന്ന പല കാര്യങ്ങളുമൊക്കെ കർത്താവ് നമുക്ക് വെളിച്ചം തരും. ആത്മാവിൻ്റെ കൽമഷങ്ങളും ജഡത്തിൻ്റെ കൽമഷങ്ങളെ കുറിച്ചൊക്കെ ദൈവം വെളിച്ചം തരും. ആത്മാവിൻ്റെ കൽമഷങ്ങളും ജഡത്തിൻ്റെ കൽമഷം എന്ന് പറഞ്ഞാൽ ജഡത്തിലൂടെ വെളിയിൽ വരുന്ന കാര്യങ്ങൾ. ആത്മാവിൻ്റെ കൽമഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആത്മാവിൽ പറ്റിച്ചേർന്നിരുന്ന ആന്തരികമായിട്ടുള്ള പാപങ്ങൾ, ബാഹ്യമായിട്ടുള്ള പാപങ്ങൾ, ആന്തരികമായിട്ടുള്ള പാപങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വെളിച്ചം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള ജഡത്തിലെ കൽമഷങ്ങൾ, ആത്മാവിലെ കൽമഷങ്ങൾ എന്ന് പറയുന്ന വാക്യം ഏതാ? 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നമുക്കതെടുത്ത് വായിക്കാം. നമ്മൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്യം എടുത്ത് വായിക്കുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വാക്യം. നമ്മളെ CFC സഭകളിലൊക്കെ നമ്മൾ ഏറ്റവും ഊന്നി പറയുന്ന വാക്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും അത് അത്രയും പരിചയമുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് അശുദ്ധമായതും മ്ലേച്ഛമായതും ഒക്കെ വിട്ട് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ അശുദ്ധമായതൊക്കെ വിട്ടു വരുന്ന കാര്യവും അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വരുവിൻ. 17-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് ഓൾമൈറ്റി പാൻറ്റാക്രറ്റോർ. അത് പറയുമ്പോൾ സ്ത്രീകളെ പുഞ്ചിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ സാക്ഷ്യത്തിൽ സ്ത്രീകളേക്ക് വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന കർത്താവിനായിട്ടൊരു സ്റ്റാൻഡ് എടുത്ത്, കർത്താവിനായിട്ടും ഭർത്താവിനായിട്ടും ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വിവാഹത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ ദൈവം ധൈര്യം നൽകിയൊരു വാക്ക്. പാൻറ്റാക്രറ്റോർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾമൈറ്റി. പാൻറ്റാക്രറ്റോർ, ഓൾമൈറ്റി, സർവശക്തൻ എന്നുള്ള ഒരു പദപ്രയോഗം ദൈവത്തെക്കുറിച്ച് 10 ഇടങ്ങളിലാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 9 ഇടങ്ങളും വെളിപാട് പുസ്തകത്തിൽ, ഒരേ ഒരു ഇടത്തിൽ വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ പുതിയ നിയമത്തിൽ പാൻറ്റാക്രറ്റോർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം വായിച്ച 2 കൊരിന്ത്യർ 6-ന്റെ 17-ാമത്തെ വാക്യം. അപ്പം സർവശക്തനായ കർത്താവ് അരുളി ചെയ്ത സർവശക്തിയുള്ള ആ ഒരു വിഗ്രഹങ്ങളെയും പാരമ്പര്യങ്ങളെയൊക്കെ ഒന്ന് വിട്ടിഞ്ഞ് പോരാൻ പലർക്കും അങ്ങ് പാരമ്പര്യം, ചിലപ്പോൾ ഈ സാമുദായിക സഭകളിലുള്ളവർക്കൊക്കെ ആ പാരമ്പര്യങ്ങളൊക്കെ വിട്ട ഒരു സത്യമായിട്ടുള്ള ദൈവവചനപ്രകാരമുള്ള ഒരു സഭയിലേക്ക്, ഒരു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ഒരു സ്ഥാനമൊക്കെ എടുത്തൊരു സഭയിലോട്ടൊക്കെ വരാൻ ഭയങ്കര പാടാണ്. എന്തുവാ
മനുഷ്യമാനം, അയ്യോ അവരെന്ത് പറയും, ഇവിടെ കുഴിച്ചിടും, നിങ്ങളുടെ സഭയിൽ സെമിത്തേരി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പാരമ്പര്യങ്ങളെ, ആ ഒരു സാമുദായികമായിട്ടുള്ള പല കാര്യങ്ങളെയൊക്കെ, അന്ധവിശ്വാസങ്ങളെ എല്ലാം തെറ്റാന്ന് അറിയാമെങ്കിലും അതൊക്കെ ഇങ്ങ് വിട്ടുവരാനും വചനപ്രകാരം അല്ലാതെ ഇന്ന് ആരോ ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു സഹോദരി ഇങ്ങനെ കൺസൾട്ടേഷൻ വന്നപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തി എന്തോ ഇങ്ങനെ ഏതാണ്ട് പ്രദക്ഷിണം, അവരുടെ പള്ളിയിൽ എന്തോ പ്രദക്ഷിണം വെക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്പലത്തിലാണോ പള്ളിയിലാണോ? ഞങ്ങൾ പണ്ട് അമ്പലത്തിലൊക്കെ പ്രദക്ഷിണം വെക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവര് പള്ളിയിൽ ഏതാണ്ട് വിഗ്രഹത്തെയൊക്കെ കൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം അനാചാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ആ ഒരു പാരമ്പര്യ സഭകളിലും ഒക്കെ ഒത്തിരി വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന കാര്യങ്ങളിലും ഒരുപാട് വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ അതെല്ലാം വിട്ട് ചിലപ്പോൾ ഈ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന കൂട്ടങ്ങളിൽ നിന്നും വിട്ട ഒരു യഥാർത്ഥത്തിൽ ദൈവജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയിലോട്ടൊക്കെ വരാൻ അവിടെ ഒരു വിശുദ്ധൻ ഇനിയും വിശദീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതല്ല, ഇതൊരു വിശുദ്ധി, വിശുദ്ധം, ഹോളി, വിശുദ്ധം എന്നുള്ള ആ ഒരു പദത്തിന്റെ റൂട്ട് മീനിങ് എത്രയേ ഉള്ളൂ, സെറ്റ് അപ്പാർട്ട്. വിശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തോ ഇങ്ങനെ പ്യുവറായിട്ട് വെള്ളയായിട്ട്, എന്നാൽ യഥാർത്ഥത്തിൽ ആ വേർഡിന്റെ റൂട്ട് മീനിങ് എത്രയേ ഉള്ളൂ, സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ കോൺസിക്രേറ്റഡ്, ഒരു കാര്യത്തിനായിട്ട് നീക്കി മാറ്റി വെക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ദൈവികമായ കാര്യത്തിനായിട്ട് കർത്താവിൻ്റെ ജീവിതം സെറ്റപ്പാർട്ടാണ്. ബാക്കി ലോകത്തിൽ നിന്നൊരു വേർപെട്ട് ഞാൻ അങ്ങേക്കുള്ളതാണ്, അങ്ങേക്കുള്ളവനാണ്, അങ്ങേക്കുള്ളവളാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്യുന്നു. പാരമ്പര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന പോലെ തന്നെ ചിലപ്പോൾ അതിനെക്കാട്ടി പാടുള്ള കാര്യം പലർക്കും പാരമ്പര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ പുതിയ വീഞ്ഞ് എടുത്ത് പഴയ തുരുത്തി കൊണ്ടിടാനാ ആൾക്കാർക്ക് താല്പര്യം. വെച്ചാൽ പഴയ തുരുത്തി ഇത്രയും നാൾ ഞാൻ എൻ്റെ മുതുമുത്തച്ഛനും അപ്പൂപ്പൻ്റെ കൊച്ചച്ഛൻ്റെ വല്യപ്പൂപ്പൻ്റെ ആൾക്കാർ ഉപയോഗിച്ച് പഴയ തുരുത്തിയായത്, ഈ പഴയ തുരുത്തി എങ്ങനെ ഞാൻ കളയും? എനിക്കിപ്പോൾ പുതിയ വീഞ്ഞ്, കർത്താവിൻ്റെ ജീവനാകുന്ന പുതിയ വീഞ്ഞ് കിട്ടി, എൻ്റെ പഴയ പാരമ്പര്യങ്ങളാകുന്ന പഴയ തുരുത്തി സഭയുണ്ട്, ആ പഴയ തുരുത്തി തന്നെ ഞാനിത് ഇട്ടോളാം. ഇതെല്ലാം കൂടെ പഴയ തുരുത്തി പുതിയ വീഞ്ഞ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എന്നുവെച്ചാൽ ജീവൻ സമൃദ്ധമാകുമ്പോഴത്തേക്ക് ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും പഴയ തുരുത്തി ഇത് ഓൾറെഡി എല്ലാം എക്സ്പാൻഡഡ് ആയിട്ട് ഇരിക്കുന്ന, അപ്പം അതിനകത്തോട്ട് ഈ പുതിയ വീഞ്ഞ് ഒഴിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ പൊട്ടി തെറിച്ച് ഇതെല്ലാം കൂടെ കളഞ്ഞു പോകും. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിൽ ഇടണമെന്നാണ് ഞാനല്ല പറഞ്ഞേ, കർത്താവ് പറഞ്ഞേ. ഇവിടെ ലൂക്കോസ് 5 അവസാനത്തിൽ പറയുന്ന കർത്താവ് പറയുന്ന ആ രൂപമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും ആ ഒരു കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ഒരു പുതിയ നിയമസഭയാണ് പുതിയ തുരുത്തി. പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ പുതിയ ജീവൻ, ആ ഒരു പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമുള്ള ജീവിതം. ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണോ എന്ന് പെന്തക്കോസ്ത് നാളിലെ ശിഷ്യന്മാരെ കുറിച്ച് സംശയിച്ചതുപോലെ, പുതുവീഞ്ഞ് എന്ന് പറഞ്ഞാൽ കർത്താവുള്ള പരിശുദ്ധാത്മാവിനുള്ള ഒരു ജീവൻ ആണ് പുതുവീഞ്ഞെന്ന് പറഞ്ഞ്. കർത്താവ് കൊണ്ടുവരുന്ന സമൃദ്ധമായ ജീവനും സമൃദ്ധമായ ജീവനുമാണ് പുതിയ ജീവൻ. ആ കർത്താവ് പണിയുന്ന പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ ആ കർത്താവ് പണിയുന്ന പുതിയ നിയമസഭ ആണ് പുതിയ തുരുത്തി എന്ന് പറയുന്നത്. എന്നാൽ പഴയ പാരമ്പര്യങ്ങൾ, അതിപ്പം അക്രൈസ്തവമായ പാരമ്പര്യങ്ങളാവട്ടെ, ക്രൈസ്തവം എന്ന് പറയുന്ന പേരിലുള്ള പാരമ്പര്യങ്ങളാവട്ടെ, ഇതെല്ലാം പഴയ തുരുത്തി. അപ്പം അതിൽ നിന്നെല്ലാം വേർപെട്ട് വരാനാ സർവശക്തനായ ദൈവം പറയുന്നത്. അതെല്ലാം വേർപെട്ട് അശുദ്ധമായതൊക്കെ, വിഗ്രഹങ്ങളും അശുദ്ധമായിട്ടുള്ളതും പല ആചാരാനുഷ്ഠാനങ്ങളും പല ഓരോ കുർബാനക്രമങ്ങളും ബാക്കി ഓരോ തരത്തിലുള്ള ഓരോ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും എന്ന് ഇവിടെ ഞാനല്ല പറഞ്ഞേ, എവിടെ ആരാ പറഞ്ഞേ? ഞാനിവിടെ ദൈവത്തിന് വചനം എടുത്ത് വായിച്ചെന്നേ ഉള്ളൂ. ആരും എന്നോട് ദേഷ്യപ്പെടല്ലേ, എന്നോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. 1 കൊരിന്ത്യർ 6:17 വാക്യം, അവിടെ അശുദ്ധമരുതൊന്നും തൊടരുത്, അതൊക്കെ വേർപെട്ടിരിക്കണം, എന്നാലും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് മക്കളാകുന്നില്ല, പുത്രന്മാരും പുത്രിമാരും ആകും. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മക്കളാകാൻ അധികാരം കൊടുത്തതെന്നാണ്. ടെക്നോൺ എന്നുള്ളൊരു വാക്കാണ് അവിടെ യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നത്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ടെക്നോൺ, ദൈവത്തിന് മക്കളാകുന്നു. എന്നാൽ ഇത് പുത്രന്മാരും പുത്രിമാരും, ഹുയാസ് എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്, അതൊരു പക്വതയെ സൂചിപ്പിക്കും. നമ്മൾ ദൈവത്തിനോടൊരു നിലപാടെടുത്ത് ഈ ചത്ത പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ എടുത്ത് കാലെടുത്ത് വെച്ച് കർത്താവിനായിട്ടൊരു നിലപാടെടുത്ത് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പക്വതയിലേക്ക് വരിക. പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ പാൻറ്റാക്രറ്റോറായിട്ടുള്ള കർത്താവ് സീസ് ദ ലോർഡ് ഓൾമൈറ്റി. അതുകൊണ്ട് ഇങ്ങനെ കർത്താവ് ഇത്രയും വലിയ നമ്മുടെ പുത്രനായിട്ടും പുത്രിയായിട്ടും ഒക്കെ കർത്താവ് നമ്മളെ അഡോപ്റ്റ് ചെയ്യും. അഡോപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അനാഥനെ അഡോപ്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള അഡോപ്ഷൻ അല്ല, മറിച്ച് യഹൂദന്മാരിൽ അവര് അവരുടെ മക്കളുടെ പ്രായപൂർത്തി അവരൊരു പക്വതയിലേക്ക് എത്തുമ്പോൾ, ഏജ് അറ്റൈൻ ചെയ്യുമ്പോൾ ഒക്കെ അവർ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അനാഥനായിട്ടുള്ള ആളെ വീട്ടിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്ന അങ്ങനെ നമ്മൾ ഇന്ന് അഡോപ്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ബൈബിളിലെ FSL എന്നൊക്കെ പറയുന്ന അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ
ഒരു പ്രായപൂർത്തിയായ പുത്രനായിട്ട് പുത്രിയായിട്ട് ആ കുടുംബത്തിൻ്റെ അവകാശിയായിട്ട് പ്രഖ്യാപിക്കുന്നൊരു സമയം. അപ്പം അതാ അങ്ങനെ പുത്രനായിട്ട് പുത്രിമാരായി തീരും എന്നുള്ള കാര്യം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ എവിടെ ഉള്ളത് പ്രിയമുള്ളവരെ? 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഉള്ളത്. നമ്മൾ 6-ന്റെ 18-19 ഇങ്ങോട്ട് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ അവിടെ ഒരു ചാപ്റ്റർ ഡിവിഷൻ ഉണ്ടായിപ്പോയി. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പക്ഷേ ചാപ്റ്റർ ഡിവിഷൻ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് അതിന് കണ്ടിന്യൂറ്റി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ചേർന്ന് വരുന്നതാണ്. ദെയർഫോർ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. വാട്ട് ഇസ് ഇറ്റ് ദെയർഫോർ എന്ന് ചോദിച്ചാൽ ചാപ്റ്റർ ഡിവിഷനൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് മാത്രമാണ് വന്നത്. എന്നാൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ഒറ്റ ലോങ് ലെറ്ററായിട്ട് ഓരോ ലേഖനങ്ങൾ എഴുതി. ഇപ്പം നമ്മൾ 1 കൊരിന്ത്യർ അല്ല, സോറി, 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 7-ന്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ ഇത്രയും ഈ സർവശക്തനായ പാൻഡക്കരുടെ ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ, പുത്രിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെക്കാട്ടിലും റഷ്യൻ പ്രസിഡന്റിനെക്കാട്ടിലും ചൈനീസ് പ്രസിഡന്റിനെക്കാട്ടിലും വലിയ പദവിയാണ്. ഇത്രയും വലിയ ഇപ്പം നമ്മുടെ നാട്ടിലെ MLA ആരാ എന്നുള്ളത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ആരാവും എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. മെയ് 4-ന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെക്കാട്ടിലൊക്കെ വലിയ പദവിയാണ് എന്താ ഇന്ത്യൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിനെക്കാട്ടിലും US പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററെക്കാട്ടിലും വലിയ പദവിയാണ് കർത്താവിൻ്റെ പുത്രൻ പുത്രി എന്നുള്ള പദവി. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും വിശദീകരിക്കട്ടെ. അതാ നമ്മളിപ്പം വെളിപ്പാട് 22-11 വായിച്ച കാര്യം നമ്മളിപ്പോൾ വായിക്കുന്നത്. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷവും, ജഡത്തിലുള്ള കൽമഷങ്ങൾ, നമ്മളുടെ ജഡത്തിൽ നിന്ന്, നമ്മുടെ സ്വയജീവനാകുന്ന തിരശ്ശീലയിൽ നിന്ന് കോപവും ക്രോധവും ഒക്കെ അതൊരു വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഒക്കെ വെളിപ്പെടുമ്പോഴാണ് അത് ജഡത്തിലെ കൽമഷമായിട്ട് വെളിപ്പെടും. എന്നാൽ അത് ഉള്ളിൽ തന്നെ ഇരിക്കുക, പുറത്തങ്ങ് വരുന്നില്ല. എന്നാൽ ഉള്ളിലൊരു കോപിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം, അല്ലെങ്കിൽ ഒരു അസൂയയുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഒരു പരദൂഷണത്തിൻ്റെ ഒരു നമ്മൾ പുറത്തങ്ങ് പറയുന്നില്ല. പുറത്തങ്ങ് പറയുമ്പം, വെളിപ്പെടുന്ന ഭാവമാകുമ്പം, അത് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ മുഖഭാവത്തിലൂടെയോ ഒക്കെ അങ്ങ് വെളിപ്പെടുമ്പം അത് ജഡത്തിൻ്റെ കൽമഷമാവും. എന്നാൽ ഇതങ്ങ് ആത്മാവിനോട് ചേർന്നാണ് ജഡമാകുന്ന തിരശ്ശീല. ആത്മാവിൻ്റെയും ദേഹിയുടെ ഇടയിലാണ് ജഡമാകുന്ന തിരശ്ശീല. അപ്പോൾ ഈ ജഡത്തിൽ നിന്ന് ഇത് ദേഹത്തിലൂടെ അങ്ങ് വെളിപ്പെട്ട് വരുമ്പോൾ ഇത് ജഡത്തിലെ കൽമഷമാകും. എന്നാൽ ഇത് ഉള്ളിൽ തന്നെ അങ്ങ് നിൽക്കുക, നമ്മുടെ ദേഹിയെ മലീമസമാകുന്നു. എന്നാൽ ശരീരത്തിലൂടെ അങ്ങ് കടന്നു വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ആത്മമനുഷ്യനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പൊടി മാതിരി ഇതങ്ങ് ഇരിക്കുക. ചില ഹിഡൻ സിൻസ്, അത് ആത്മാവിലെ കൽമഷങ്ങൾ. ആത്മാവിലെ കൽമഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിൽ എങ്ങനെ കൽമഷം ഉണ്ടാവുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആത്മാവ് എന്ന ഈ ജഡം ആത്മാവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അത് ദേഹത്തിലൂടെ വെളിപ്പെടുന്നില്ല. എന്നാൽ അത് ഉള്ളിൽ ഉള്ള ഭാവങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ ചിന്തയിലും നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ വികാരങ്ങളിലും ഒക്കെ ഉള്ള ആ ഒരു ഉള്ളാലെയുള്ള ചില കാര്യങ്ങൾ, ജഡത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ദേഹിയെ മലീമസമാക്കി. എന്നാൽ ദേഹത്തിലൂടെ അങ്ങ് വെളിപ്പെട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ദേഹത്തിലൂടെ വെളിപ്പെടും, എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും, പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നവണൊക്കെ. പക്ഷേ അത് ഉള്ളിൽ തന്നെ അങ്ങ് ഇരിക്കും. അത് ആത്മാവിലെ കൽമഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷവും നീക്കി, കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ, കർത്താവിനുള്ള ഒരു ആരോഗ്യകര ഭയം. കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞാനൊരു ദിവസം കണക്ക് കൊടുക്കേണ്ടതാണല്ലോ. അന്ന് ഞാൻ ലജിച്ചു പോകാൻ ഇടവരുത്. അവിടുത്തെ സ്നേഹമുള്ള കണ്ണുകൾ എന്നെ നോക്കുമ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചുരിഞ്ഞ് കർത്താവെ, ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപനാക്കപ്പെട്ട്, കർത്താവെ, അവിടുന്ന് ക്രൂശിൽ ഞാൻ ആത്മീയ സൗന്ദര്യം പ്രാപിക്കാനായിട്ട് കർത്താവ് ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട്, എനിക്ക് സ്വർഗം ലഭിക്കേണ്ടതിന് അവിടുന്ന് നരകം സഹിച്ച്, ഞാൻ പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് വരേണ്ടതിന് പിതാവിൽ നിന്നുള്ള വേർപാട് സഹിച്ച്, ഇരുട്ടിലായി ഞാൻ വെളിച്ചത്തിലാകേണ്ടതിന് അത്ര വലിയൊരു എക്സ്ചേഞ്ച്, കൈമാറ്റം ക്രൂശിൽ നടത്തിയ ആ കർത്താവ് എന്നെ അന്ന് സ്നേഹത്തോടെ നോക്കുമ്പോൾ ഞാനങ്ങ് ഉരുകിപ്പോകും. അയ്യോ, ഈ സ്നേഹമുള്ള കണ്ണുകൾ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല കർത്താവ്, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിച്ച് എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞല്ലോ എന്ന് നമ്മൾ അന്ന് ലജ്ജിച്ചു പോവുമോ? അതോ കർത്താവേ, അങ്ങ് തന്ന വെളിച്ചത്തിനനുസരിച്ച് ശരിയാ കർത്താവ്, എനിക്ക് വീഴ്ചകളും താഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങേ പറ്റി ചേർന്ന് പൂർണ്ണഹൃദയത്തോടെ അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ പനിയാകാട്ട് ഒഴുകി കളഞ്ഞല്ലോ എന്നുള്ളൊരു കൃതജ്ഞതയോടെ, നന്ദിയോടെ നമുക്ക് അന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? അതോ നമ്മളങ്ങ് ലജ്ജിച്ച് നമ്മളങ്ങ് ശൃംഗവയായി പോവും?
അതാ ദൈവഭയം. അയ്യോ, ഞാൻ ഈ ഒരു കണക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് ദൈവഭയം. നമ്മൾ വിശുദ്ധീകരണം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ വേറെ എങ്ങോട്ടും പോയില്ല. നമ്മൾ വെളിപാട് 22:11 നിന്ന് വരുന്നേ. എവിടെ അനീതിയുള്ളവന് അനീതി തുടരും, ദുഷ്ടത തുടരും, അശുദ്ധി തുടരും. എന്നാൽ നീതിമാനും വിശുദ്ധനും ഒക്കെ അവന് നീതി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം അവൻ കൂടുതൽ കൂടുതൽ ആർജിച്ചു വരും. വിശുദ്ധൻ ഇനിയും വിശദീകരിക്കണം. വിശദീകരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ ഒക്കുന്നത്? മനുഷ്യഭയത്തിലല്ല. മനുഷ്യരെന്നെ പിടിക്കൂ, ഓ അവരെന്നെ അയ്യോ എൽഡേഴ്സ് അറിയൂ, അല്ലെങ്കിൽ പേരൻസ് അറിയൂ, ടീച്ചേഴ്സ് അറിയൂ, മറ്റുള്ളവരറിയോ, ലോകക്കാരറിയോ എന്ന് പേടിച്ച് നമ്മൾ ലോകക്കാരെ പേടിച്ച് മനുഷ്യരെ പേടിച്ച് വിശദീകരിക്കുന്ന ആൾക്കാരുണ്ട്. അവര് മനുഷ്യർ പിടിക്കപ്പെടരുത്, എല്ലാം കള്ളമെല്ലാം ചെയ്യാം, പക്ഷെ ആരും പിടിക്കപ്പെടരുത് എന്നുള്ള രീതിയിലാണ് ഇത്. ലോകത്തിന്റെ മുദ്രാവാക്യം അതാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആരും പിടിക്കപ്പെടാതെ ഇത് കക്കാൻ അറിഞ്ഞാൽ നിൽക്കാനും അറിയണമെന്ന് പറഞ്ഞതുപോലെ നിൽക്കാൻ അറിഞ്ഞാണെങ്കിൽ നിങ്ങൾ കട്ടോളാൻ പറയുക, അതാണ് ലോകത്തിന്റെ മുദ്രാവാക്യം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ദൈവഭാഗ്യ ആരും ഇനി അറിഞ്ഞില്ലേലും അതാവേ അവിടുത്തെ അത് ദൈവഭയം. മനുഷ്യഭയത്തിൽ ആണ് ഇന്ന് ലോകക്കാരൊരു ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അവിശ്വാസികളായിട്ടുള്ളവരും നിരീശ്വരവാദികളായിട്ടുള്ളവരും ഒക്കെ വളരെ മാന്യമായിട്ടുള്ള പുറമേ വളരെ മാന്യമായിട്ടുള്ള ജീവിതം ജീവിക്കുന്നു. എന്താ കാരണം? അവര് മനുഷ്യഭയത്തില്ല. എന്തെങ്കിലും ചെയ്ത ആൾക്കാരുടെ മുമ്പാകെ അവർക്കൊരു തെറ്റായിട്ടുള്ള ഒരു പേര് വരുമല്ലോ. അപ്പൊ ആ ഒരു മനുഷ്യമാനത്തിൽ അവരൊരു നല്ല ഒരു ജീവിതം ജീവിക്കുന്നു. പിന്നെ അവിടെയും ഒരു മനസാക്ഷിക്കൊത്തവണ്ണം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവിശ്വാസികളായിട്ടുള്ളവര് ഉണ്ട്. അവരാണ് കൊർണേലിയസിനെ പോലെ കർത്താവിലേക്ക് വരും. അവര് ഇപ്പൊ ഇറാനിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇറാനിലുള്ള ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ടെസ്റ്റ് മണി നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണാൻ എനിക്ക് വളരെ ഉത്സാഹം തോന്നി. അതുകൊണ്ട് ഒരുപാട് ഇതൊക്കെ ഇന്റർനെറ്റ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒന്നും കേൾക്കാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതുപോലൊക്കെ ഇറാനിലൊക്കെ ഒരുപാട് പേര് കർത്താവിലേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നു എന്നൊക്കെയുള്ള അവർക്കൊക്കെ ഉള്ള മതസ്വാതന്ത്ര്യത്തിനായിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ദൈവം അവിടുത്തെ ആ ഒരു വർഗീയ ഭരണകൂടത്തെയൊക്കെ മാറ്റുന്ന ഒരു പ്രോസസ്സിലൊക്കെ ആയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ലെങ്കിലും കർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, അവര് യുനോ ആ ഒരു അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ പോലും ആ ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവം പല രീതിയിൽ അവർക്ക് പല വെളിച്ചത്തിൻ്റെ പല അംശങ്ങൾ കൊടുക്കുമ്പോൾ അതോടെ അവർ പ്രതികരിച്ച് കൂടുതൽ കൂടുതൽ അവർക്ക് വെളിപ്പെട്ട് കർത്താവിനെ വെളിപ്പെടുന്ന രീതിയിൽ ഇപ്പം ഞാൻ എൻ്റെ ടെസ്റ്റിമണിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് പോലെ ഞാനും അതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർന്നെങ്കിലും കർത്താവിൻ്റെ വലിയൊരു കരുണയിൽ ദൈവത്തെ അറിയാനുള്ളൊരു ആഗ്രഹം, ദൈവോന്മുഖമായിട്ടുള്ളൊരു ദൈവം ചെറിയ ചെറിയ വെളിച്ചങ്ങൾ തരുമ്പോൾ അതിനോട് പ്രതികരിച്ച് എന്നാൽ പലപ്പോഴും കഠിനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതികരിച്ച് അവസാനം ദൈവം പല രീതിയിൽ ഉടച്ചുടച്ച് പെട്ടെന്ന് കർത്താവ് എന്നെ വെളിപ്പെടുത്തി തന്നു. ഇനോ ഈ ബിൽക്കുസ് ഷേക്ക് എന്ന് പറഞ്ഞ ബിൽക്കുസ് ഷേക്ക് എന്ന് പറഞ്ഞൊരു പാകിസ്ഥാനി ലേഡി, അത് അവരെഴുതിയൊരു പുസ്തകമുണ്ട്, ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. ഞാൻ അവിടുത്തെ പിതാവെന്ന് വിളിക്കുവാൻ ധൈര്യപ്പെട്ടു. മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ അവര് കരുണാമയ എന്നൊക്കെ വിളിക്കുന്നു, പക്ഷെ അവർക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ മുസ്ലിം ലേഡി ക്രിസ്ത്യാനിയായി. എങ്ങനെ? അവൾക്ക് ദർശനത്തിലൂടെ കർത്താവ് വെളിപ്പെടുകയാണ്. അപ്പൊ അതുപോലെ ചെന്ന് ആരും സുവിശേഷം പറയാനില്ലാത്ത ഇടങ്ങളിൽ പോലും ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തുന്ന, ഇപ്പൊ ഇറാനിലൊക്കെ തന്നെ ഒരുപാട് പേര് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെ കർത്താവിലേക്ക് വന്നതെന്നൊക്കെ നമ്മൾ ആ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്. നിങ്ങളാരും കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെന്ന് കേൾക്കണം. ഞാൻ വീഡിയോ ഇന്നലെ നമ്മുടെ CFC കായംകുളത്തിലും സാധന ഫെലോഷിപ്പ് ഗ്രൂപ്പിലും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല ദൈവത്തിന്റെ കൈകൾ കുറുകെ പോയിട്ടില്ല, ദൈവം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ ബിൽഖുഷേക്ക് ഇതുപോലെ വിശ്വാസത്തിലേക്ക് വന്നു. അവള് ഒത്തിരി ഉപദ്രവത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. അപ്പൊ അവരെഴുതിയ പുസ്തകം ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. നല്ലൊരു മനോഹരമായിട്ടുള്ള ടൈറ്റിൽ. എന്നുവെച്ചാൽ ദൈവത്തെ നമുക്ക് പിതാവെന്ന് നമ്മളങ്ങ് വിളിക്കുന്നു, പക്ഷെ ഒരു മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്നുവെച്ചാൽ അവരങ്ങനെ ആ ഒരു സ്രഷ്ടാവ് എന്നുള്ള നിലയിൽ മാത്രമേ അവർ ദൈവത്തെ കാണുന്നുള്ളൂ. എന്നാൽ നമുക്കിവിടെ അപ്പച്ച, അച്ഛ, പപ്പ, ഡാഡി എന്ന് വിളിക്കാൻ തക്കവണ്ണം ഒരു പുത്രസ്വീകാരത്തിന് ആത്മാവിനെ തന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു മനസാക്ഷിയോട് ദൈവത്തിന് തന്നിട്ടുള്ള ആത്മാവിന്റെ ഒരു മനസാക്ഷി. അപ്പൊ മനസാക്ഷിയിൽ എല്ലാവർക്കും ഒരു വെളിച്ചം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനോട് കൂടുതൽ പ്രതികരിക്കുന്നവർക്ക്, കൊർണേലിയൂസിന്റെ കാര്യം നമ്മൾ അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അദ്ദേഹം കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ
പ്രാർത്ഥനയൊക്കെ അങ്ങ് സ്വർഗത്തിലേക്ക് ചെന്നു എന്ന് അവിടെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10 വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് യുനോ ആദ്യം തന്നെ പത്രോസിനെ അങ്ങോട്ട് തന്നെ ആദ്യം അയക്കുന്നത് നമ്മൾ എത്ര മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണെന്ന് വെച്ചാൽ എത്രയോ ജാതികളായിട്ടുള്ളവരുണ്ട്. ജാതികളിൽ, അതായത് യഹൂദന്മാരല്ലാത്തവരിലെ ആദ്യ യഹൂദന്മാരായിരുന്നു ശമരിയക്കാര്. യഹൂദന്മാര് പിന്നെ ശമരിയയിലൂടെ ആദ്യ യഹൂദന്മാരിലേക്ക് കർത്താവ് സുവിശേഷമായിട്ട് എത്തുന്നു. പിന്നെ യുനോ അവര് യഹൂദന്മാര് പലരും റിജക്ട് ചെയ്ത് കർത്താവിനെ ക്രൂശിക്കുന്നു. ആ സുവിശേഷം യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ്. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും യഹൂദന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലരുടെ 8-ാം അധ്യായത്തിലും പാതി യഹൂദന്മാർ, ഹാഫ് ജ്യൂസ് ആയിരുന്ന സമരിയക്കാര്, അവര് സങ്കരയിനം എന്ന് പറഞ്ഞ കണക്ക് അവര് മിശ്ര വിവാഹങ്ങളിലൂടെയൊക്കെ അത്ര പ്യുവർ ബ്ലഡഡ് അല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു യഹൂദന്മാർ അവരെ താഴ്ത്തി കെട്ടി ലുക്കിംഗ് ഡൗൺ അപ്പോൺ ആയിരുന്നത്. അപ്പൊ ശമരിയിലൂടെ ഗോസ്പൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവര് യഹൂദന്മാരല്ലാത്തവരിലേക്ക് ആദ്യമായിട്ട് സുവിശേഷം എത്തുന്നത് ആരിലേക്കാന്ന് വെച്ചാൽ ഈ കൊർണേലിയോസിലേക്കാണ്. അപ്പൊ എത്ര യോഗ്യനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ആ കൊർണേലിയോസ്, അദ്ദേഹം ഒരു എന്താ മിലിറ്ററി പേഴ്സൺ ആയിരുന്നു. സാധാരണ മിലിറ്ററി ആൾക്കാർക്കൊക്കെ വലിയ ദൈവഭയോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ കാണണമെന്നില്ല. എന്നാൽ ഇദ്ദേഹം വലിയ അധികാരമുള്ള ഓഫീസറായിരുന്നു. എന്നാൽ അദ്ദേഹം എത്രമാത്രം ദൈവത്തിനായിട്ടും ദൈവജനത്തിനായിട്ടും ഒക്കെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന് സത്യദൈവത്തെ ആരെന്നും അറിയത്തില്ലായിരുന്നു, എന്നാൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അങ്ങ് എത്തി എന്ന് പറയുന്നല്ലോ. ഞാൻ പറഞ്ഞു വെച്ചാൽ ദൈവം ഓരോരുത്തർക്കും ആ ഒരു വെളിച്ചം കൊടുക്കുന്നതനുസരിച്ച് അവര് ഈ മനുഷ്യഭയത്തിലാണ് പലരും ഇന്ന് മാന്യന്മാരായിട്ട് ജീവിക്കുന്നേ. എന്നാൽ ഒരു ദൈവോന്മുഖമായിട്ടുള്ളൊരു ഭയത്തോടെ മനസാക്ഷിക്കത്തോണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം, ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലെ സേട്ടു എന്ന് പറഞ്ഞൊരു ബ്രദറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നന്നിലം ചർച്ച ഉണ്ട്. 2000 വർഷമായിട്ട് ആ നന്നിലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് സുവിശേഷം എത്തിയിട്ടില്ലായിരുന്നു. നമ്മുടെ സഹോദരങ്ങൾ ചെന്ന് അവിടെ സുവിശേഷം എത്തി ആദ്യമായിട്ട് 2000 വർഷത്തിൽ ആദ്യമായിട്ട് അവിടെ സഭയൊക്കെ ഉരുവാവുകയൊക്കെ ചെയ്യുന്ന നന്നിലത്ത് ആദ്യ വിശ്വാസത്തിൽ വരുന്ന ഒരു വൺ ഓഫ് ദ പേഴ്സൺ ആണോ എന്ന് അറിയത്തില്ല, വൺ ഓഫ് ദ ആദ്യ വിശ്വാസത്തിൽ വരുന്ന ഒരു ബ്രദറായിരുന്നു സേട്ടു എന്ന് പറഞ്ഞ ബ്രദർ. അവിടെ നന്നിലത്തോട് ചേർന്നുള്ള എരവഞ്ചേരി എന്ന് പറഞ്ഞ ചർച്ചിലെ എൽഡറാണ് സേട്ടു ബ്രദർ. ഇപ്പൊ സെട്ടുബേറിന്റെ സാക്ഷിയൊക്കെ പണ്ട് ഇതൊരു ബാംഗ്ലൂർ കോൺഫറൻസിൽ ബ്രദർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രദർ ഈ അമ്പലത്തിലൊക്കെ ചെന്ന് അതിന്റെ ആ വാതിൽക്കലോ അതിന്റെ ഗേറ്റിലൊക്കെ ചെന്ന് അതുപോലെ ആ ഓരോ തന്റെ ജീവിതത്തിൽ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഒരു ദൈവമേ രക്ഷിക്കണേ അന്ന് അറിയാവുന്ന ദൈവത്തോട് അതുപോലെ ഒരു കരച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കരച്ചിൽ കേട്ട് അതിങ്ങോട്ട് ചെല്ലും. തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് തന്റെ മനസാക്ഷിക്ക് വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്റെ ജീവിതത്തിലുള്ളതിനെ കുറിച്ചൊരു ഒരു സ്പർശതയുള്ളവർ അവര് താങ്കളിലേക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല ഏതാ ദൈവം എന്ന്. അങ്ങനെയുള്ളവരിലേക്ക് 2000 വർഷമായിട്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടത്തേക്ക് ദൈവം പ്രഭാകർ ബ്രദറിനെയും നമ്മുടെ പോണ്ടിച്ചേരി പ്രഭാകർ ബ്രദറിനെ പോലുള്ള സ്വരങ്ങളെയൊക്കെ അവിടെ കൊണ്ടെത്തിച്ച് അവരിലേക്കൊക്കെ സുവിശേഷം എത്തി. അവിടെ ഇപ്പം വലിയ ഗ്രോയിങ് ആയിട്ടുള്ള ചേർച്ചൊക്കെ നന്നിലത്ത് എരവഞ്ചേരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, ഈ കൊർണേലിയസിനെ പോലുള്ള ആൾക്കാരുടെ കാര്യവും പിന്നെ ദൈവഭയത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധിയെ തികയ്ക്കാനൊക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. സമയമായാലും ഞാൻ ക്ലോസ് ചെയ്യാം. 1 യോഹന്നാൻ 3:3 നമ്മൾ കണ്ടു. വിശുദ്ധൻ തന്നെ ആ കർത്താവിന്റെ സ്റ്റാൻഡേർഡിനുള്ള നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? നമ്മളെ അനീതിമാന്മാരുടെയും ഒക്കെയുള്ള കാറ്റഗറിയിൽ വീണ്ടും വീണ്ടും അഴുക്കിലോട്ട് പോകുന്ന ഒരു കാറ്റഗറിയിലാണ്. ശരിയാ, നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നമ്മൾ പന്നിയാണോ പൂച്ചയാണോ എന്നാണ് ചോദിക്കുന്നത്. പന്നിയാണോ എന്ന് ചോദിച്ചാൽ പൂച്ചയാണോ അല്ലെങ്കിൽ ആടാണോ? ആടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ബിബ്ലിക്കൽ എക്സാമ്പിൾ ആണല്ലോ. പന്നിയാവുമ്പോൾ ചെളിയിൽ തന്നെ അങ്ങ് കിടന്ന് ഉരുളാനാണ് പന്നിക്ക് ഇഷ്ടം. എന്നുവെച്ചാൽ പാവത്തിൽ തന്നെ തുടരാൻ, പാവത്തിൽ വീണാലും അവന് ഇതാണ് എൻ്റെ എൻ്റെ മിഡ് ഡേ മീൽ, ഇതാണ് എൻ്റെ ബിരിയാണിയാണ് ഇതെന്ന് പറഞ്ഞ് അവന് ചെളിയും അഴുക്കും എല്ലാം കൂടെ അതിൽ കിടന്ന് ഉരുളും, പാവത്തിൽ തന്നെ തുടരും. എന്നാൽ ഒരു ആടിന് അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്ക് ഒരു അഴുക്ക് പറ്റിപ്പോകാം, പക്ഷെ പറ്റിയാൽ തന്നെ പെട്ടെന്ന് തന്നെ നക്കി തുടച്ച് അതങ്ങ് വൃത്തിയാക്കാനായിട്ടത് ഉത്സാഹിക്കും എന്ന് പറഞ്ഞതുപോലെ. ഇനിയിപ്പം ഒരു പ്രകടമായിട്ടുള്ളൊരു വീഴ്ചയില്ലെങ്കിൽ പോലും തൻ്റെ ചിന്തയിലോ വാക്കിലോ മനോഭാവത്തിലോ ഒക്കെ കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, കർത്താവിന് വിളിച്ചത് നടക്കുമ്പോൾ കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും, ജഡത്തിലെ ആത്മാവിലെ കൽമഷങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചതുപോലെ നമ്മളതിനെ വിശദീകരിക്കുന്ന ആ ഒരു നീതിമാന്റെ വിശുദ്ധന്റെ ഒരു കാറ്റഗറിയിലേക്ക് വരാനാണ് കർത്താവ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചു കൺക്ലൂഡ് ചെയ്യാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ സ്നേഹമുള്ള കണ്ണുകൾ ഞങ്ങളെ ആശ്ചര്യമായിട്ട് ഞങ്ങളെ നോക്കുന്ന ഒരു നാള് വരാൻ പോകുന്നുവല്ലോ. അന്ന് കർത്താവേ, ദൈവഭയത്തില് കർത്താവേ, അന്ന് അങ്ങനെ ഞങ്ങളൊരു കണക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുള്ള ആ ഒരു ദൈവഭയം, ആരോഗ്യകരമായിട്ടുള്ളൊരു ദൈവഭയത്തിന് ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അവിടുത്തെ മുമ്പാകെ കർത്താവെ അന്ന് ഞങ്ങൾ ലജ്ജിച്ചു പോകാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാനായിട്ട് അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ വണ്ണം ലജ്ജിച്ചു പോകാനൊന്നും ഇടവരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായിട്ട് അവിടുന്ന് എന്തും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്താട്ടെ, ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും അവിടുന്ന് ഉടച്ചാട്ടെ കർത്താവെ. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപബന്ധനങ്ങളെയൊക്കെ വിടുവിച്ച് ഞങ്ങളുടെ വലിയ സ്വാതന്ത്ര്യത്തിലേക്കും കർത്താവെ വലിയ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങെപ്പോലെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവര് ശരിയാണ് കർത്താവെ, ചുറ്റുമുള്ളവര് വീണ്ടും വീണ്ടും അവർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പുതിയ പുതിയ പാപങ്ങളൊക്കെ ഇൻവെന്റ് ചെയ്തും ഡിസ്കവർ ചെയ്തും ഒക്കെ കർത്താവെ അവരെ പാപങ്ങളെ കണ്ടുപിടിച്ച് പാപം ചെയ്തു പോകുന്ന ഒരു തലമുറയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവര്. ഞങ്ങൾ അവരെ കല്ലെറിയാൻ ആരുമല്ല കർത്താവെ. എന്നാൽ കർത്താവെ ഞങ്ങളും അതുപോലെ ആയിരുന്നു. അവിടത്തേക്ക് ഞങ്ങളോട് കരുണ തോന്നി കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വെളിച്ചം തന്നു കർത്താവിനെ, അങ്ങേ തന്നെ വെളിപ്പെടുത്തി തന്നു കർത്താവെ. കർത്താവ് വെളിച്ചത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ, ഞങ്ങളെ തന്നെ നിർമ്മലീകരിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ. അങ്ങേപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ്. ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ. ഞങ്ങളതിനെ വഞ്ചിക്കാതെ കർത്താവെ വിതയ്ക്കുന്നത് കൊയ്യും കർത്താവെ. ആ ഒരു ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നിത്യനാശത്തിലേക്കായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ അറിഞ്ഞ് കർത്താവെ ഞങ്ങള് ആ പാപത്തിന് അനന്തരഫലങ്ങളുടെ ആ വലിയ ആ ഗൗരവത്തെ മനസ്സിലാക്കുവാനും ഞങ്ങളതിനെ വിശദീകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥനയുടെ ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും സ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യം അവർക്ക് കൊടുത്താട്ടെ. ദൈവഭയത്തില് അങ്ങയോടുള്ള അവിടുത്തെ മുമ്പാകെ ഉള്ള ആ ദൈവഭയത്തില് വിശുദ്ധിയെ തികയ്ക്കുവാന്, ടു പെർഫെക്റ്റ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തുതിക്കുന്നു എല്ലാം യേശുവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.